ഹു മിസ്റ്റർ? അതൊരു വലിയ കഥയാ മോനെ. പറഞ്ഞു തുടങ്ങിയ ഒരു 10-30 കൊല്ലത്തെ ചരിത്രം പറയേണ്ടി. ചോദിക്കാൻ വന്നതാ. എന്നാലേ തന്റെ രവി ഒളിച്ചുപോയി. തഹസിൽദാർ അദ്ദേഹത്തിന്റെ മോളെയും തട്ടിക്കൊണ്ടുപോയി. കല്യാണം കഴിഞ്ഞ് അറിയാനും കൂടി സർക്കാരം നടക്കുമ്പോ ചോദിക്ക്. അവൻ പറയട്ടെ. ഹലോ വിജയൻ. ഹലോ, എപ്പോ വന്നു? വരുന്ന വരിക. ഞാൻ പറയാറില്ലേ വിജയൻ? യജമാനെയും അയാളുടെ പട്ടിയും ബഹുമാനിക്കുന്ന ഏർപ്പാട് എനിക്കില്ല രമേശ്. എന്റെ കൈക്ക് കയറി പിടിച്ചു. ഒരു ദിവസത്തെ ചെലവിന് 10 രൂപ മതി. 5 രൂപ ആഹാരത്തിന്, 3 രൂപ ഷാപ്പിലേക്ക്, ബാക്കി 2 രൂപ ഉടുക്കാനും കിടക്കാനും. ഇത് നിങ്ങളെ പേഴ്സണൽ അഫയർ അല്ല, നിങ്ങളെ പ്രൈവറ്റ് റൂമും അല്ല. ഇത് ഞങ്ങളും കൂടെ ജോലി ചെയ്യുന്നൊരു സ്ഥാപനത്തിന്റെ വകയാണ്. ഈ സ്ഥാപനത്തിന് അന്തസ്സ് കാത്തു സൂക്ഷിക്കേണ്ടത് ഞങ്ങളുടെയും കൂടെ കടമയാണ്. ഈ സമ്മാനം നീ ആർക്ക് കൊടുത്താണെന്ന് ഓർമ്മയുണ്ടോ? ഇവിടെ നിന്നൊരു പണ്ടം കെട്ടുകൊണ്ടുപോയി എന്ന് പറഞ്ഞല്ലേ നീ എന്നെ പോലീസ് ഏൽപ്പിച്ചു? ഇപ്പോ ഈ വീട്ടിലെ ഏറ്റവും മുന്തിയ പണ്ടം കൊണ്ടുപോകാനാണ് ഞാൻ വന്നിരിക്കുന്നത്. കട്ടുകൊണ്ടല്ല, 4 പേര് കാണുക. നിന്റെ ഒരു പേടി ബലൂൺ വടിമേലെങ്ങാനും തൊട്ട അവനെ അപ്പ തട്ടു ഞാൻ. ഇത്തവണ അത് തീർച്ചയാ. ഒരുത്തനെങ്കിലും ഞാൻ കബറി കയറ്റു. അറിയാം. ഇതാണോ? അല്ല, ഇതോ? വിപ്ലവത്തിന്റെ വിത്ത് നിങ്ങളുടെ ചിന്തയിൽ. ഇവിടെ ഒരു ജാതിയേ ഉള്ളൂ, ഒരു മതമേ ഉള്ളൂ, മനുഷ്യൻ. നിങ്ങളുടെ കൈകളിൽ അണിഞ്ഞിരിക്കുന്ന മതത്തിന്റെ ചങ്ങല പൊട്ടിച്ചെറിയൂ. ഞാൻ MA പാസ്സായിട്ടുണ്ട് സാർ, ഫസ്റ്റ് ക്ലാസ്. സാർ നോക്കി, കാണാനും വലിയ കുഴപ്പമില്ല. പിന്നെ പട്ടിണി ഇല്ലാതെ ജീവിക്കാനുള്ള ഒരു തൊഴിലുണ്ട് സാർ. ഇത്രയൊക്കെ പോരെ? आपको फूल चाहिए? ഇനിയെങ്കിലും മനസ്സിലാക്കിയോ, ഇതെന്റെ വീടാണ്. ഇവിടെ എന്റെ ഇഷ്ടമേ നടക്കും. സ്വൽപ്പമൊക്കെ എന്റെ ഇഷ്ടം കൂടെ നോക്കിയേ പറ്റൂ. ഞാൻ നിങ്ങളുടെ ഭാര്യയാണ്. ഇത് രഹസ്യമായി തന്നെ നമുക്ക് സൂക്ഷിക്കാം സുമേട്ട. പീറ്റർ, എന്നെ കൊന്നോളൂ. ഒരു നിമിഷം മുമ്പേ മരിച്ച് എന്റെ ആലീസിന്റെ അടുത്തേക്ക് പോകാൻ കൊതിക്കുന്നവനാണ് ഞാൻ. പക്ഷെ അവളെ ആരെങ്കിലും യോജിച്ച ഒരാളെ ഏൽപ്പിക്കണം. അതോടൊപ്പം ഞാൻ വരുന്നതുവരെ ഈ കമ്പനിയുടെ ചുമതലയും. അതിന് പറ്റിയ ഒരാളെ ഞാനിപ്പോൾ കണ്ടെത്തി. நானா இந்த தலையும் யாருன்னு அந்த சாமியார் குப்பத்தை மாயாண்டி கிட்ட கேளு. രാജ്യത്തോടും രാജാവിനോടും സ്നേഹമുള്ള കുറുപ്പേ, പൊന്നു തമ്പുരാനെയും തമ്പുരാട്ടിയെയും കൂട്ടുപോകുന്ന വലിയ മരക്കാരെയും കൊള്ളക്കൂട്ടത്തിന് വിട്ടിട്ട് നിങ്ങൾക്ക് എങ്ങനെ തിരിച്ചു പോരാൻ കഴിഞ്ഞു? ഗോപിയേട്ടനെ മറക്കാൻ പറ്റുമോ? കോളേജിൽ സീനിയർ ക്ലാസ്സിലായിരുന്നു. കവി, ബുദ്ധിജീവി, എഴുത്തുകാരൻ. കൊലപാതകമോ പിടിച്ചുപറിയോ മോഷണോ? ഇതൊന്നുമല്ല. ഓ,
എന്താ നിങ്ങൾക്ക് വേണ്ടത്? ഇരിക്കും. ഈയിടെയായിട്ട് ഷാപ്പിൽ കച്ചവടം കുറച്ച് മോശമാണ്. ഉള്ളത് ഞാൻ അങ്ങോട്ട് എടുത്തുകൊണ്ട് വന്ന് ബാക്കി നാളെ തന്നെ എത്തിക്കുക. ബസ്സിന് സമയമായി അല്ലേ? ഇനി എത്ര നാൾ കഴിഞ്ഞ ഞാൻ നിന്നെ നല്ലോണം ഒന്ന് കണ്ടോട്ടെ. പാപ്പ, എന്റെ ജോലി പോയി. അവരെന്നെ തിരിച്ചയച്ചതാണ്. ഞാൻ എണ്ണി വാങ്ങിച്ചു. ഗ്രാഹിക്ക് രാമാനം കാശ് കൊണ്ടു തന്നു. അയാൾ കേച്ച ഫ്രാഡാണ്. കഴിഞ്ഞ പടത്തിന്റെ കാശ് തന്നെ പലർക്കും കൊടുക്കാനുണ്ട്. ഇതുവരെ വാങ്ങിച്ചില്ലേ? ആ എന്നാ പോക്ക. ഒന്നുമില്ലെങ്കിലും നമ്മൾ അയൽക്കാരല്ലേ, തന്നെ പോലെ തന്നെ അയൽക്കാരനെ സ്നേഹിക്കുക എന്നല്ലേ പ്രമാണം. നാണമില്ലല്ലോ നിങ്ങൾക്ക് ഇങ്ങനെ ശൃംഗരിച്ച് നടക്കാൻ. ഞാൻ നിനക്കൊരു അന്യനായി പോയോ സുരേഷ്? സത്യം അതാണെങ്കിൽ തുറന്നു പറയും. പക്ഷേ അത് കേൾക്കാനുള്ള കരുത്ത് എനിക്കുണ്ടാവില്ല മോഹൻ. ആരും പറഞ്ഞില്ലല്ലോ. കൂടുതൽ സംസാരിക്കാൻ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. എനിക്കും അതിന് സമയമില്ല. കുറച്ച് ജോലി കൂടി ചെയ്തു തീർക്കാനുണ്ട്. അതിന് പോലീസ് ഉദ്യോഗസ്ഥനായ ഞാൻ അനുവാദം തരണം, അല്ലേ? അവരിവിടെ ഇല്ലെന്ന് പറഞ്ഞില്ലേ? ആ, വന്ന് കണ്ടിട്ടേ ഞാൻ പോകുന്നുള്ളൂ. ഓഹോ, അത്ര അത്യാവശ്യമാണോ? ആ, അപ്പൊ ഡോക്ടർ വരാതെ സാറ് പോകത്തില്ല. ഇല്ലെന്ന് പറഞ്ഞില്ലേ? എനിക്ക് ഈ നാട്ടിൽ അധികാരം നിൽക്കാൻ കഴിയില്ല. ഞാനൊരുത്തനെ കൊന്നു. അതുകൊണ്ടൊക്കെയാ ധൃതി വെച്ച് കൗസല്യ വാസുവിന് പിടിച്ചു കൊടുത്തേ. ഞാനും എന്റെ ഭാര്യയും വീണ്ടും അവഹേളിക്കപ്പെടാൻ മാത്രമേ ഈ കേസ് ഉപകരിക്കൂ. കഴിയുന്നതും കേസും ബഹളമൊന്നുമില്ലാതെ ഒതുക്കി തീർക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതല്ലേ നല്ലത്? അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്യും. എങ്ങനെ? ഇത്രയുടെ പ്രോബ്ലം അതൊരു പ്രോബ്ലം അല്ല. വേറെ ആരോടെല്ലാം രൂപ വാങ്ങിയിട്ടുണ്ട്? അങ്ങനെ കണക്കൊന്നുമില്ല. പിന്നെ ഇരിക്കണം. ചേരത്തിന് വേടേ വേണ്ട സർ, ഞാൻ നിന്നോളാം. വളരെ നന്നാവുന്നുണ്ട് കേട്ടോ. ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല. ചില ചെറിയ കാര്യങ്ങൾ ഒന്നുകൂടെ ശ്രദ്ധിച്ചാൽ മതി. അവന്റെ ഭാര്യയ്ക്കും കുട്ടികൾക്കും വീട്ടുകാർക്കും ജീവിക്കാൻ വേണ്ടി. നിങ്ങളുടെ ഇപ്പോഴത്തെ ശരീരപ്രവൃത്തിക്ക് നീന്തലിന്റെ ആവശ്യമില്ല. പക്ഷേ ഇത് ജീവിതകാലം മുഴുവൻ നിലനിർത്തണമെങ്കിൽ നീന്തൽ സഹായകമായിരിക്കും. അപ്പൊ എങ്ങനെ പറഞ്ഞാൽ നിനക്ക് ബോധ്യമാവുമെന്നറിയില്ല. ആരെയും സ്നേഹിക്കരുത്, ഒരിക്കലും. സ്നേഹിച്ചാൽ കരയാൻ മാത്രമേ ഇടയുണ്ടാവും. രുഗ്മ എന്നല്ലേ പേര്? നല്ല പേര്. സന്ധ്യ കഴിഞ്ഞ് ഞാൻ പഠിക്കാൻ വരും. എടോ, തന്റെ കൂടെ വന്ന പെണ്ണിന്റെ തോളത്തൊരുത്തൻ കൈവയ്ക്കുന്നത് കണ്ടാൽ അറ്റ്ലീസ്റ്റ് 2 ഡയലോഗ് എങ്കിലും പറയണ്ടേ? എന്നിട്ട് വേണം ബാക്കിയുള്ളവർ കേൾക്കാൻ. കേട്ടാൽ എന്താ? കേൾക്കണം, കേൾപ്പിക്കണം. നിനക്ക് എന്ത് വേണമെങ്കിലും ഞാൻ തരാം. ഹംസയ്ക്കൊന്നും വേണ്ട മുരളി. മാനമായി ജീവിക്കാനുള്ള ഒരു തൊഴിലുണ്ട്. ഞാൻ കഴിച്ചോളാം, നീ പറ്റുള്ളൂ. പാപ്പ അന്വേഷിക്കില്ല. കൊല്ലപ്പായ ലക്ഷണമാണല്ലോ. തനിക്ക് എവിടെ നിന്ന് കിട്ടിയടോ ഈ സാധനത്തിന്? വല്ല ആശുപത്രിയിലും കൊണ്ടാക്കാനുള്ളത്. ഏതായാലും പറ്റിയത് പറ്റി. ഒരു കാര്യം ചെയ്യാം, പറഞ്ഞു വിട്ടേക്കാം. ഇനിയിപ്പോ ആരെയൊക്കെ അതിനായാലും ഒറ്റക്ക് പറഞ്ഞേക്കണ്ട. നിങ്ങൾ ആരെ വിളിച്ചോണ്ട് വന്നാലും ശരി, ഞങ്ങൾ തിരിഞ്ഞു പോവില്ല. ഈ ഫാക്ടറി തുറന്ന് പ്രവർത്തിക്കാമെന്ന് ഉറപ്പ് നൽകാതെ ഈ ഫാക്ടറിയിൽ നിന്ന് എന്തെങ്കിലും സാധനങ്ങൾ പുറത്തേക്ക് കൊണ്ടുപോകാനോ അകത്തേക്ക് കൊണ്ടുവരുവാനോ ഞങ്ങൾ സമ്മതിക്കില്ല. ഏയ്, ഇതിലിപ്പോ എന്താ ഇത്ര പറയാൻ? നമ്മൾ തമ്മിലല്ലേ. രോഹിണിക്ക് എങ്ങനെയൊക്കെ ഇഷ്ടാച്ചാൽ അങ്ങനെയൊക്കെ ആവും. ഒന്നുമല്ലേ, ഞാൻ നിന്റെ ചേട്ടനല്ലേ? എന്റെ അടുത്ത് വേണോ ഈ ഉരുണ്ട് കളി? കാളവാലും അറിയില്ലേ? നിശ്ചയെ കാണാൻ തന്നെ പോകുന്നത്. എടാ, ഇതിലെഴുതി നിറച്ചിട്ട് എന്താ കാര്യം? നിന്റെ സ്നേഹം അറിയിക്കാനാണെങ്കിൽ അവള് കാണുന്നിടത്ത് എഴുതി.
ഏതു പൂ നാണത്തിന്റെ പൂക്കൾ അതിലെങ്ങും പൂ ഏതു പൂ. താമസിയാതെ അവളൊരമ്മയാകും. ഭാര്യയും ഭർത്താവും കുഞ്ഞും. അതല്ലേ രഞ്ജിനി കുടുംബം? അത് മാത്രമല്ല കുടുംബം. എന്നോട്ട് നിർബന്ധിക്കുകയും വേണ്ട. ഈ പിടിവാശി കൊണ്ട് ഒന്നല്ല പല ജീവിതങ്ങളാണ് താറുമാറാകാൻ പോകുന്നത്. നശിച്ചോട്ടെ, എല്ലാം നശിച്ചോട്ടെ. എന്നെ ഒന്ന് സൗകര്യമായിട്ട് വിട്ടാൽ മതി. എന്തു പറഞ്ഞു? ഓ, ആ പയ്യന്റെ കമ്പനിയെ പറ്റി പറഞ്ഞത് അത് കാര്യമാക്കണ്ട. എനിക്കെന്തോ അവനെ നിന്റെ ഒപ്പം കണ്ടാൽ അപ്പ കലിയണം. ഐ കാൻ സ്റ്റാൻഡ് ഇറ്റ്. എന്റെ ജമീലേക്കൊന്നവൻ ആരാണെന്ന് എനിക്കറിയാം. ഞാനൊരു യഥാർത്ഥ ഇസ്ലാമാണെങ്കിൽ ഈ വാരിയിരിക്കുന്ന മണ്ണൊക്കെയാണ്. ഡൽഹിയിലാണ് ജോലി ചെയ്തിരുന്നത്. ഇവളെ കാണാൻ മാത്രമല്ല കേട്ടോ, നിങ്ങളെ ഒന്ന് പരിചയപ്പെടാൻ കൂടിയാ ഞാൻ വന്നത്. ഇവൾ ഇവിടെ വന്നതിന് ശേഷം എഴുതുന്ന ഓരോ കത്തിലും നിങ്ങളെ പറ്റിയേ എഴുതാറുള്ളൂ. അവൻ നിനക്ക് നഷ്ടപ്പെട്ടതിൽ ഇന്നെനിക്ക് ദുഃഖമുണ്ട്. നീ മരിച്ചുകൂടാ. നിന്റെ അഭിമാനത്തിലൊരു പോറൽ പോലും ഏൽപ്പിക്കാതെ നിന്നെ ഞാൻ സംരക്ഷിക്കാം. വിശന്ന് മരിച്ചവന്റെ ഒരു ശവമെങ്കിലും നിനക്ക് കാണിച്ചരാവും. ഇനി തൊഴിലില്ലായ്മ, ഒരാശാരിയോ ഒരു കൽപ്പണിക്കാരനോ, ഇത് വേണ്ട, വേല കെട്ടാൻ ഒരു കൂലിപ്പണിക്കാരനോ നിനക്ക് വിളിച്ചുണ്ടരാവോ? കിട്ടൂല. ഒരു കാര്യം കൂടെ അറിയിക്കാം. നാളെ മുതൽ കൂടുതൽ ജോലിക്കാരെ വെച്ച് പണി തുടങ്ങുകയാണ്. മരം മുറിക്കലും ലോഡിങ്ങും എല്ലാം നടക്കും. ചോണയുണ്ടെങ്കിൽ തടുത്തു. ഡാൻസ് വളരെ നന്നായിരുന്നു. ഞങ്ങളുടെ അഭിനന്ദനം അറിയിക്കാൻ വന്നതാണ്. ഡാൻസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞല്ലോ, അത് തന്നെ വലിയ അഭിനന്ദനം. പക്ഷേ ഞാൻ പറഞ്ഞോളാം. നിങ്ങൾ പറഞ്ഞാൽ ശരിയാവില്ല, ഞങ്ങൾക്ക് നേരിട്ട് പറയണം. ഒരേ വണ്ടിയുടെ രണ്ട് ചക്രങ്ങൾ തമ്മിൽ അഭിപ്രായ വ്യത്യാസം പാടില്ല. എനിക്കിതിനെ മനസ്സിലാക്കാൻ കഴിയുന്നില്ല. ഇത്രയും കാലം കൊണ്ട് എന്നെ മനസ്സിലാക്കാൻ കഴിയാത്ത നീ ഇത്ര പെട്ടെന്ന് നമ്മുടെ മുതലാളി എങ്ങനെ മനസ്സിലാക്കി? എന്തിനാ ഇൻസ്റ്റാൾമെന്റ്? യു ആർ എ ബിഗ് ഷോട്ട്. കാശ് 100,000 കാര്യങ്ങളല്ലേ സാറേ. ഇവിടെ നിന്ന് മേടിച്ച് അവിടെ കൊടുക്കുന്നു, അവിടെ നിന്ന് മേടിച്ച് ഇവിടെ കൊടുക്കുന്നു. എല്ലാ ഒരുതരം റൊട്ടേഷൻ. ഞങ്ങൾ ബിസിനസ്സുകാരെങ്ങനെ? എനിക്ക് രാത്രിയും പകലും എല്ലാം ഒന്നല്ലേ? നാളത്തെ ചടങ്ങിൽ ഒന്ന് പാടുമോ? പാടാം, എന്റെ ലതക്കുഞ്ഞിന് വേണ്ടി. എന്നെ സംബന്ധിച്ചിടത്തോളം ഇറ്റ് ഈസ് മോർ ദാൻ എ ഫിസിക്കൽ എക്സ്പീരിയൻസ്. ഹ്യൂമൻ അനാറ്റമിയുടെ സ്പെസിമെന്റെ ഓരോ എക്സാമ്പിൾസ് ആണ്. ക്യാപ്റ്റൻ മേനോന്റെ നേതൃത്വത്തിൽ 60 ജോലിക്കാരടങ്ങുന്ന ഈ ജനറൽ കാർഗോ കാരിയർ സിഡ്നിയിൽ നിന്നും ആംസ്റ്റർഡാമിലേക്കുള്ള കടലെടുക്കിലാണ് കാണാതായത്. കടൽ ഭയമല്ല, ചെയ്യാൻ പാടില്ലാത്ത എന്തോ ചെയ്തു എന്നൊരു തോന്നലില്ലേ, അതുകൊണ്ടാ. ഗ്ലാസ് നന്നായിട്ട് കഴുകി പതുക്കെ വെള്ളം എടുത്തോണ്ട് വരാനോ? പിന്നെ വേഗം വെള്ളം കൊണ്ടുവന്നിട്ട് എന്ത് ചെയ്യാനാ? ഒരു കാര്യം ചെയ്യാം, നമുക്ക് ആ സംഗതി അങ്ങ് മുഴുപ്പിച്ചോളാം. ഈ രാജേഷ് അങ്ങനെ പോവാതെ വല്ലതും കാണില്ല. അവളിപ്പോഴും വ്രതം പാടില്ല, ഗുഡ്. പക്ഷേ 2 പെഗ് കഴിഞ്ഞാൽ ചിരി, 3 കഴിഞ്ഞാൽ പാട്ട്, 4 കഴിഞ്ഞാൽ ഇരിക്കാൻ ക്ഷണിച്ചാൽ കിടന്നോളും എന്ന് പറയിപ്പിക്കരുത്. യെസ്, എക്സ്ക്യൂസ് മീ, വാട്ട്സ് എ ഗുഡ് നെയിം? താരാദാ. വാട്ട്? താരാദാ. സലീം, ഏത് വിധത്തിലെങ്കിലും ഇത് തടയണം. എനിക്ക് അവളില്ലാതെ ജീവിക്കാൻ കഴിയില്ല സലീം. രവി ഇങ്ങനെ വിഷമിച്ചാലോ? ഇരിക്കൂ. ഇല്ല സലീം. ഞാനിവിടെ ഓഫീസും ഫോണും വെച്ചിരിക്കുന്നത് കോളേജ് പിള്ളേരുടെ റൊമാൻസ് പ്രശ്നം കൈകാര്യം ചെയ്യാനാണെന്നാണ് എന്റെ വിചാരം. ഞാനിവിടെ ഇരിക്കുന്ന ഓരോ മിനിറ്റിനും അതിൻ്റെതായ വാല്യൂ ഉണ്ട്, മനസ്സിലായോ? ഫോൺ നിങ്ങളുടെ തന്നെയാണെന്ന് എന്താണ് ഇത്ര ഉറപ്പ്? ഇനിയും എന്നെ പരീക്ഷിക്കരുത്. ലതികയുടെ എല്ലാ ചുറ്റുപാടുകളും മനസ്സിലാക്കിയവനാണ് ഞാൻ. നീ എന്നെ മനസ്സിലായില്ലേ? ഒന്നുകൂടെ ഒന്ന് സൂക്ഷിച്ചു നോക്കി. അയ്യോ മോനെ രവി, നമ്മളെ ശേരകുട്ടിയോട് പഠിച്ച നിങ്ങളുടെ പ്രമാണി മൂപ്പനുണ്ടല്ലോ കുമാരൻ, അവനോട് പറ ഞാൻ വന്നിട്ടുണ്ടെന്ന്. കാരണം 4 ആള് കാണേ
അവന്റെ കുടലുമാല ഞാൻ എടുക്കുമെന്ന് പറഞ്ഞേക്ക്. അത് വലിയ കുറ്റമല്ലേ? ആ, അതൊരു കുറ്റം. ഈ കുടലിന്റെ കൂടെ ഓടുന്ന വേറൊരു ബിസിനസ് കൂടെ ഉണ്ടമ്മാവന്, സ്മഗ്ലിംഗ്. അതും അമ്മാവൻ ചെയ്യുന്നു. പിടിച്ചു നിർത്തി അവരുടെ രണ്ട് പൊട്ടിക്കണം തോന്നിയതാ എനിക്ക്. നമ്മുടെ ഓഫീസിന്റെ മുമ്പിൽ വെച്ച് എന്തെങ്കിലും ഉണ്ടായാൽ മോശമല്ലേന്ന് കരുതിയാ? പ്രമീള ധൈര്യമായിട്ടിരിക്കേ. ഇനി എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ ഞങ്ങൾ നോക്കിക്കോളാം. പുതിയ ആളുകളെ കൊണ്ട് പാടിക്കണമെന്ന് എനിക്കും ആഗ്രഹമുണ്ട്. പക്ഷേ ഇവിടെ വരുന്നവര് സിനിമാ പാട്ടുകളെ അനുകരിച്ച് ശ്രുതിയും താളവും ഇല്ലാതെ പാടുന്നവർ മാത്രമാണ്. ഇങ്ങോട്ട് വന്ന് ആലോചിച്ചതല്ല ഈ വിവാഹം, നിങ്ങൾ അങ്ങോട്ട് ചെന്നതാണ്. സോ അത് നടന്നേ പറ്റൂ. സാധ്യമല്ല, അത് തീരുമാനിക്കേണ്ടത് ഞാനാണ്. മോഹിപ്പിച്ചിട്ട് എറിഞ്ഞുടയ്ക്കാനുള്ളതല്ല ഒരു പെൺകുട്ടിയുടെ മനസ്സ്. എന്റെ കുറ്റത്തിന്റെ ജീവനുള്ള പ്രതീകമായി നിന്നെ കണ്ടുകൊണ്ടിരിക്കാൻ എനിക്ക് വയ്യ. കുട്ടിക്കാലത്തെ മമ്മിയും ഡാഡിയും നഷ്ടപ്പെട്ട എനിക്ക് ബോർഡിംഗിലെ ജീവിതം നേടിത്തന്നത് അടുക്കും ചിട്ടയും സിൻസിയറിറ്റിയും പങ്ക്ച്വാലിറ്റിയുമാണ്. ജോയിൻ ചെയ്യേണ്ടതാണല്ലോ. ഓ, ഡെപ്യൂട്ടേഷൻ കഴിഞ്ഞിട്ടുള്ള ജോയിനിങ് മാൻ അല്ലേ? നിങ്ങൾക്ക് സീത ഇഷ്ടമാണ്? ഞാനും. അത് ഐ വാണ്ട് എ ഡെഫിനിറ്റ് പ്രിസൈസ് ആൻസർ ഇൻ എ സിംഗിൾ വേർഡ്. തോന്നുമ്പോഴൊക്കെ നിൽക്കാതെ കഴിക്കാനും മൊഴിചെല്ലാനും ഞാനെന്താ ചന്ത ചെറുക്കാനാണോ? നീ വലിയൊരു സുജായി. നിന്റെ മഹത്വമാണോ ഞാനിപ്പോ കണ്ടത്? എന്റെ മഹത്വത്തെ ചോദ്യം ചെയ്യാൻ മാത്രം നിങ്ങൾ വളർന്നിട്ടില്ല. നിങ്ങൾ ആരാണെന്നും എന്താണെന്നും ഒക്കെ എനിക്ക് നല്ലപോലെ അറിയാം. ബാലൻസ് എമൗണ്ടിന്റെ കാര്യം ഒന്നും ശരിയായിട്ടില്ല. ഞാൻ ഓഫീസ് വരെ പോയിട്ട് വരാം. 2-3 ഫൈനാൻസേഴ്സ് അവിടെ കാത്തിരിക്കുന്നുണ്ടാവും. നാളെ ലാസ്റ്റ് ഡേറ്റ്. എനിക്ക് ചേട്ടൻ അനുഗ്രഹം വേണം. എടാ, അമേരിക്കൻ റിട്ടേൺ MBA-കാരൻ മണ്ട, ഇതൊക്കെ വേണോ? വേണം ചേട്ടാ. ഞാൻ എന്റെ വേരുകൾ മറന്നിട്ടില്ല. പിന്നെ ഇന്നലെ വരെ ഇവിടെ എങ്ങനെയായിരുന്നു എന്ന് എനിക്കറിഞ്ഞൂടാ. ഒരു കാര്യത്തിൽ എനിക്ക് നിർബന്ധമുണ്ട്. ഇത് ഓഫീസാണ്. കൃത്യസമയത്ത് ജോലിക്ക് വരണം, കൃത്യമായി ജോലി ചെയ്യണം. കുറെ തെക്കുന്ന. തെക്കെന്ന് വെച്ചാൽ തെക്കെന്ന് രാജയോഗം. ചക്ക കുഴയും പോലെ കുഴഞ്ഞു കിടക്കയില്ലയോ ഗജകേസരി യോഗവും രാജയോഗവും. ആശാനൊന്നും ബലസും. രാരിക്ക് തനിച്ചും ഓടാൻ പോയ പോരെ? ഞങ്ങൾ എന്തിനാ വെറുതെ മെനക്കെടുത്തുന്നേ? ഡാഡി പറഞ്ഞിട്ടല്ലേ ഞാൻ നിങ്ങളെ വിളിക്കുന്നത്. ലക്ഷ്മി ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. മമ്മി, നമ്മൾ തമ്മിലുള്ള ഈ അടുപ്പം വെറും ഒരു കോളേജ് റൊമാൻസ് ആണോ എന്ന് എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട്. പറയാൻ എളുപ്പമാണ് കുട്ടി. അർഹിക്കാത്ത ആഗ്രഹിക്കുന്നവരുടെ അനുഭവം ദുഃഖമാണ്. ഇത്രയും വർഷം എന്റെ പപ്പ എന്ന് പറയുന്ന ഈ മനുഷ്യൻ എവിടെയായിരുന്നു പാപ്പ? എന്നെ സ്നേഹിക്കാനും പരിചരിക്കാനും എന്റെ ഉമ്മയും ബാപ്പയും മാത്രമേ ഉണ്ടായിരുന്നു. ചെലവിന് പണം മാത്രം അയച്ചു തന്നാ പോരാ. വലിയ ബുദ്ധിമുട്ടില്ല. പറയുന്ന വില കൊടുത്ത ഒരു സാധനം വാങ്ങിക്കൊള്ളു. വിലവേശുന്ന പരിപാടിയൊന്നും ഓർക്കില്ല. ഇന്റർവ്യൂവിൽ നന്നായിട്ട് പെർഫോം ചെയ്താൽ തീർച്ചയായിട്ടും സെലക്ഷൻ കിട്ടും. ജനറൽ നോളജ്, ജനറൽ ഇംഗ്ലീഷ്, അക്കൗണ്ടൻസി, ഇക്കണോമിക്സ് ഇവയിലൊക്കെ നല്ല ധാരണ ഉണ്ടാവും. വീണ്ടും കണ്ടുമുട്ടിയതിൽ സന്തോഷം. ഗുരുജ കാരഞ്ഞോട് നീട്ടിക്കേ. അനുഗ്രഹം വാങ്ങിച്ചോണ്ടാവാൻ തുടക്കം. അയ്യോ സോറി ആശാല, ഞാൻ അറിഞ്ഞില്ല. സത്യത്തില് ഞാൻ സാറിന്റെ കാലിലെ വീണ്ട്. അതിലെല്ലാത്തിനേക്കാളും ഉപരി വേറുന്നുണ്ട്. കുടുംബം, ഭർത്താവ്, കുഞ്ഞ്. കുടുംബം എന്ന് പറയുന്ന മഹത്തായ സ്ഥാപനത്തെക്കാൾ വലിയ ഒരു സ്ഥാപനം ഈ ലോകത്തിൽ നിന്നുള്ള വിശ്വാസക്കാരനാണ് അച്ചോ ഞാൻ. അല്ല, ഞാൻ അറിയാന്നിട്ട് ചോദിക്കാം. ഒരേ സമയത്ത് നിനക്ക് എത്ര വഞ്ചിയിൽ കാല് കുത്തണം? ലീന ഇഞ്ഞ് വരട്ടെ, ഞാൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട്.
മുഖവറയൊന്നും കൂടാതെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. ഞാൻ ഈ കുരിശ് ഏറ്റെടുക്കുന്നത് എന്റെ വീടൊരു ഒളിവ് സങ്കേതമാക്കാനുള്ള പൂതി കൊണ്ടൊന്നുമല്ല. ഏനോൻ ചേട്ടനെ നിന്റെ അച്ഛനെ ഓർത്തിട്ടാ. എടാ മഹാഭാവി, നീ എന്ത് പണിയാടായി കാണിച്ചത്? അല്ലെങ്കിൽ തന്നെ ഒന്ന് തുമ്മിയാ മതി അവർക്ക് ജലദോഷം പിടിക്കാൻ. ഞാൻ ഇത്തിരി മനസമാധാനമായിട്ട് കഴിയുന്ന സാറിന് അത്ര പിടിക്കുന്നില്ലല്ലേ? സാറെന്താ ഒന്നും മിണ്ടാത്തത്? പാർവമേ, വിവാഹബന്ധം ഒഴിയാൻ അവൾ വക്കീൽ നോട്ടീസ് അയച്ചിരിക്കാൻ. മാനം മര്യാദക്ക് പിള്ളേർ പഠിക്കുന്ന സ്ഥലങ്ങളിലൊക്കെ കയറി കുഴപ്പമുണ്ടാക്കലായിരുന്നല്ലോ അന്ന് തൊഴില്. വരൂ, വീട്ടിൽ കയറാം. അതാണ് അറിയാം, അപ്പുറത്തിന്റെ ഒരു പഴയ സ്റ്റുഡന്റാ. നിങ്ങൾ പറഞ്ഞതുപോലെ ഞാൻ എന്റെ മുറിയിൽ നിന്ന് കേൾക്കുന്നതായിരുന്നു. ഭാഗത്തും രേഖാമൂലം ആരും ഏറ്റെടുക്കാൻ തയ്യാറാവാത്ത സ്ഥിതിക്ക് കേസ് ഇവിടെ അഡ്മിറ്റ് ചെയ്യാൻ പ്രയാസമാണ്. ആൻഡ് ദിസ് ഈസ് മൈ ലാസ്റ്റ് വേർഡ്. നിങ്ങൾക്ക് പോവാം. നിന്നെ കൂടെ കിടത്താൻ അങ്ങോട്ട് പോരി. എടാ തോറ്റി പോലെ ആയല്ലോടാ. ഇപ്പോഴും അവന് കിടക്കണേ കൂട്ടുവേണം. നാളെ പോലെ ഡാഡിയുടെ കൂടെ പോയി കിടന്നോണം. ഇനിയും എന്റെ ജീവിതം നശിപ്പിക്കാനാണ് എന്റെ ഉദ്ദേശം. അതൊക്കെ ടാക്സിക്കാരുടെ കാശ് കൊടുത്തേക്കമ്മേ. കുഞ്ഞേ, എന്റെ കണ്ണിൽ എല്ലാ തൊഴിലാളിയും ഒരുപോലെയാണ്. അവന്റെ തലയെക്കെട്ടിന് നിറം നോക്കിയിട്ടല്ല അവനോടുള്ള എന്റെ കൂറ് നിശ്ചയിക്കുന്നത്. ആളെ പിടിക്കാൻ ചാക്കുമായിട്ട് നടക്കുന്ന ഈ ട്രേഡ് യൂണിയൻ നാടകത്തിന് തിരച്ചില പിടിക്കാൻ എന്നെ കിട്ടില്ല. ഒരു വർഷം കൂടെ കഴിഞ്ഞാൽ കക്ഷി ഇവിടെ പറന്നെത്തും. എന്നിട്ട് വേണം എനിക്ക് അവളെ പിടിച്ച് അവനെ ഏൽപ്പിക്കാൻ. പിന്നെ അവർ തമ്മിൽ ആയിക്കോട്ടെ അഭിനയമോ ക്യാമറയോ പ്രൊഡക്ഷനോ. ഈ കസേരയിൽ ഇതിനു മുമ്പ് പല ഓഫീസർമാരും ഇരുന്നിട്ടുണ്ട്. അവരാരും എന്നോട് ഇതുപോലെ പെരുമാറിയിട്ടില്ല. എന്റെ അറിവ് ശരിയാണെങ്കിൽ യു ആർ ഹിയർ ടു സോൾവ് അവർ പ്രോബ്ലംസ് ആൻഡ് ഹെൽപ്പ് us. ഞാൻ വരുന്നതിന് മുമ്പ് എന്റെ മോളെ കടത്തി തുടങ്ങിയല്ലേ? എനിക്കറിയാവിടെ ദൈവത്തിന് വിചാരിച്ചൊന്നും പതുക്കെ പറയൂ. അപ്പച്ചനും അമ്മച്ചിയൊന്നും പറഞ്ഞിട്ടുണ്ടാവില്ല. ആരുടെ അപ്പച്ചനും അമ്മച്ചിയും? എല്ലാം കണ്ടില്ല, കുറച്ച് കണ്ടു. വരാൻ വൈകിപ്പോയി. നാളെ നേരത്തെ വന്നേക്ക്. അത് വേണമെന്നില്ല. രസമുള്ളതൊക്കെ ഇന്ന് തന്നെ കണ്ടു. ആ കെട്ടിപ്പിടുത്തവും ഉമ്മവക്കലും ഒക്കെ കലക്കി. എടാ, നീ പറയുന്നത് സത്യമാണോ? എന്റെ അമ്മയാണ്, അച്ഛനാണ്, സർവശക്ത ഗുരുവായൂരപ്പനാണ് സത്യം. അവര് പാടി, ഞാൻ കണ്ടു. അവരിനിയും പാടും. എന്തോന്ന് മേരിക്കുട്ടി, നിന്റെ ക്ഷോഭം എനിക്ക് മനസ്സിലാവുന്നുണ്ട്. വലിയവന്റെ മുമ്പിൽ തൊഴുതു മടങ്ങുന്നവരുണ്ടാവും. പക്ഷേ ഞാൻ ആ കൂട്ടത്തിൽപ്പെട്ടവനല്ല. എന്റെ മുമ്പിൽ താനിവിടെ ഏതോ തേവിടിച്ചുകളെ കൊണ്ടുവന്ന് പാർപ്പിക്കുന്നു എന്നൊരു പരാതിയുണ്ട്. പോലീസാണോ? പോലീസല്ല. പോലീസ് വന്നാലേ മര്യാദ പാലിക്കൂ എങ്കിൽ വരുത്താം. നൃത്തം നന്നായിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് ആത്മാർത്ഥതയില്ലാത്ത ഒരു പ്രശംസയായിപ്പോ. കാരണം നൃത്തം ഞാൻ ശ്രദ്ധിച്ചില്ല, നർത്തകിയാണ് ഞാൻ ശ്രദ്ധിച്ചത്. എനിക്കറിഞ്ഞൂടാ ഫാദർ. എവിടെ നിന്നാ വരുന്നതെന്തെങ്കിലും നിശ്ചയമുണ്ടോ? ജയിലിൽ നിന്നു. ജയിലിൽ നിന്നു? അതെന്തിനാ മനുഷ്യൻ നിങ്ങൾ അവിടെ പോയത്? പോയതല്ല, തന്നെ പോലെയുള്ള നാറികളെ വിശ്വസിച്ച് അപകടം പിടിച്ച ഈ പണിക്കിറങ്ങി ഞങ്ങൾ വേണം പറയാൻ. കേശു, താൻ ഇതിന് അനുഭവിക്കും. എന്താണ് വിളിച്ചത്? കേശു എന്ന്. എനിക്ക് അത്യാവശ്യമായിട്ട് മദ്രാസ് വരെ ഒന്ന് പോകണം. ഞാൻ 5-6 ദിവസം കഴിഞ്ഞേ വരൂ. മദ്രാസ് ചെന്നിട്ട് വിളിക്കാം. നിർത്തതേ? അതും ചെയ്തിട്ടില്ല. ശരിയാ ലവലാതി, ഞാൻ രമണനൊന്നും അല്ല തൂങ്ങിച്ചാകാൻ. നീ പ്രേമിക്കത്തേ ഇല്ലെന്നാണല്ലോ നിന്റെ അമ്മ പറഞ്ഞത്. അവിടെ ധാരണ ഒന്ന് മാറ്റാമെന്ന് കരുതിയ അത്രേ ഉള്ളൂ. ഞാൻ അറിയാൻ വയ്യാൻ ചോദിക്കുക, നമ്മളിപ്പോ ആരാ? ഞാൻ KP ജയരാമൻ, MA സെക്കൻഡ് ക്ലാസ്. നീ R രാമദാസൻ, BCom തേർഡ് ക്ലാസ്. അത് പറയാനാ ഞാൻ വന്നത്. അത് ശരി, തനിക്ക് കല്യാണപ്രായമൊക്കെ ആയി അല്ലേ? വെരി ഗുഡ്. പക്ഷെ എന്ന് കരുതി ജോലി വേണ്ടെന്ന് വെക്കുന്നത് ഒന്നുകൂടെ ആലോചിച്ചിട്ട് പോരെ? എവിടാ പോലീസ്? ഇങ്ങെത്തി. ഓടിക്കോ, നിന്ന കുഴപ്പ. പിന്നെ ചൂടാവാതനെയാ. എനിക്ക് പോയിട്ട് ഒരു ധൃതിയുമില്ല. പിന്നെ ഈ പ്രായത്തിൽ കുറച്ച് ആവേശം ചോരത്തിളപ്പൊക്കെ കാണും.
ഞങ്ങളെ പോലെയുള്ളവർക്ക് വെറുതെ ജോലി ഉണ്ടാക്കി വെക്കരുത്. ബെറ്റർ ബി ലേറ്റ് ദാൻ ഡിലേറ്റ്. എങ്ങോട്ട് പോയിരുന്നു? പണി അന്വേഷിച്ച് ഇറങ്ങിയതാ. ഇവിടെ എവിടെയെങ്കിലും പണി തരപ്പെടുവോ? അതിപ്പോ കൂപ്പില് പണിയുണ്ടായിരുന്നു, കഴിഞ്ഞിട്ട് കുറച്ച് ദിവസം ആയേ ഉള്ളൂ. കേൾക്കണ്ട, നിന്റെ പ്രായം കഴിഞ്ഞ് വന്നവനാ ഞാനും. ഈ ചാപല്യങ്ങൾക്ക് എന്തുമാത്രം വിലയുണ്ടെന്ന് എനിക്കറിയാം. കഥകളിലൊക്കെ വായിക്കാൻ കൊള്ളാം, ജീവിതത്തിൽ അസാധ്യമാണ്. നമ്മളൊക്കെ തന്നെയല്ലേ ഇവിടത്തെ റോഡും പാലവും കെട്ടിടവും ഒക്കെ പണിതിരിക്കുന്നത്. ഇവിടെ കൊണ്ടുവരിക്കാം. അത് പറ്റില്ല. ഷാപ്പിൽ പോയിരുന്ന് കുടിച്ചാലേ ഒരു സുഖമുള്ളൂ. നിന്നെ കൊണ്ട് ഷാപ്പില്ലോ? ഇന്നിപ്പോ ഈ നാട്ടിൽ 4-5 ലക്ഷത്തിന്റെ ഒരു ഇടപാട് നടത്താൻ അയാളെ ഉള്ളൂ. നമ്മുടെ കുറെ ബന്ധുക്കളുണ്ടല്ലോ ഇതുപോലെയുള്ളവരെ തെറിയും പറഞ്ഞ് പഴയ വർത്താനവും പറഞ്ഞ് നടക്കുന്നതല്ലാതെ ഒറ്റ ഒരുത്തനുണ്ടോ കൈ 10 രൂപ തയ്ച്ചെടുക്കാൻ? റെയിൽവേ സ്റ്റേഷനും ഹോസ്പിറ്റലും എയർപോർട്ടും എല്ലാം ചെക്ക് ചെയ്യണമെന്ന് ഓർഡർ ഇട്ടപ്പോ ഞാൻ എന്നെ തന്നെ സ്വയം പുച്ഛിച്ചു പോയി. അറിഞ്ഞുകൊണ്ട് തന്നെ നിയമത്തിന്റെ മുമ്പിൽ നാടകം കളിക്കുന്നത് എനിക്കിഷ്ടമല്ല. വളരെ പ്രതീക്ഷയോട് കൂടിയാണ് ഞാൻ ഈ സിനിമ കാണാൻ പോയത്. പക്ഷേ ശരിയായില്ല. സാധാരണക്കാരന്റെ വികാരങ്ങളെ വിറ്റ് കാശാക്കുന്ന ഈ ഏർപ്പാട് നമ്മുടെ സിനിമയിൽ എപ്പോഴാണോ അവസാനിക്കുക? അരുതെന്ന് വിചാരിച്ചിട്ടും നീ കൂടുതൽ കൂടുതൽ അടുത്തു വരികയാണെന്ന് ഞാൻ ഒരാളോടെ പറഞ്ഞിട്ടുള്ളൂ. അത് ചന്ദ്രനോടല്ല, എന്നോട് തന്നെയാണ്, എന്റെ സ്വന്തം മനസാക്ഷിയോട്. മാനേജ്മെന്റ് ചെരുപ്പ് നക്കി ഈ കസേരയിൽ അള്ളിപ്പിടിച്ചിരിക്കുന്ന നിങ്ങൾ പഠിപ്പിച്ചിട്ട് വേണ്ട എനിക്കിന്ന് ജേർണലിസം എന്താണെന്ന് മനസ്സിലാക്കാൻ. നിങ്ങൾക്ക് വേണ്ടി എന്റെ ആദർശവും പേനയും പണയം വെക്കാൻ എനിക്ക് മനസ്സില്ല. അരവിന്ദൻ, ചേട്ടാ, അന്തസ്സും പാരമ്പര്യവും ഞാൻ സൗകര്യം പോലെ ഒരു ദിവസം വന്ന് കാണാം. ഇപ്പൊ ഞാൻ അകത്തേക്ക് ചെല്ലട്ടെ. നമസ്കാരം. നമസ്കാരം. ഒരു മനുഷ്യന്റെ പകുതി ആയുസ് താൻ പിന്നിട്ട് കഴിഞ്ഞു. ഇതിനിടയിൽ കുടുംബത്തിന് വേണ്ടിയോ ഈ നാടിന് വേണ്ടിയോ അറ്റ്ലീസ്റ്റ് തനിക്ക് വേണ്ടിയെങ്കിലും താൻ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? സൈഡ് കമ്പനി വെച്ച് നാട്ടുകാരെ ക്ഷൗരം ചെയ്യുന്നവരല്ല അവര്. ദേ ആർ മൾട്ടി മില്യണേഴ്സ്. താൻ എന്താ പറഞ്ഞത്? ബോംബെയിലെ ആ കറുത്ത രാജാക്കന്മാർക്കെതിരെ എഴുതി പിഴച്ചവനാണ് ഞാൻ. തന്റെ ഭീഷണി കയ്യിലിരിക്കട്ടെ. ഹരി, അനാവശ്യം പറയരുത്. മിണ്ടരുതാ പട്ടി. നിന്നെ എനിക്ക് മനസ്സിലായില്ലെന്ന് കരുതിയോ? എന്നെ അങ്ങ് മറ്റേ ലിസ്റ്റിൽ എസ്റ്റാബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിനക്ക് ഇവളുടെ മുമ്പ് നല്ലവനാവല്ലോ. കിട്ടോ അലയും വെക്കും. ബാക്കിയാരൊക്കെ ഞാൻ നോക്കിക്കോളാം. അതൊക്കെ അങ്ങ് മനസ്സിലിരിക്കട്ടെ. നമുക്ക് കുളിച്ച് നല്ല ഫ്രഷ് ആയിട്ട് അമ്മാവന്റെ വീട്ടിലൊക്കെ പോയിട്ട് വന്നിട്ട് I am surprised to hear the submissions of my learned friend that the accused has committed this crime just to protect her chastity. അപ്പോഴേ തോന്നി ശശി ജോഷി സാജൻ എന്താ ഷുക്കൂർ വിളിക്കുന്നു. എന്നെ കാണേണ്ടവർ ഇങ്ങോട്ട് വരണം. ഞാൻ ആരെയും അങ്ങോട്ട് പോയി കാണാറില്ല. വാദ പിടിച്ചൊരു വശം തളർന്നു പോയില്ലേ? നിങ്ങള് മാളൂമ്മയുടെ വീട്ടിൽ പോയതല്ലേ? അതെ. TD മെഡിക്കൽ കോളേജ് ഐസക് എന്ന് കേട്ട രോമാഞ്ചമണിയും കോളേജിന്റെ ഓരോ ചുവരിലും തങ്ക ലിപികളിലാണ് എഴുതി വെച്ചിരിക്കുന്നത് ഐസക് ദ ബെസ്റ്റ് സിംഗർ, ബെസ്റ്റ് വോക്കലിസ്റ്റ്, ബെസ്റ്റ് ഒറേറ്റർ. ഒറ്റയ്ക്കാണെന്നൊരു തോന്നൽ. ജോലി തിരക്കൊരു കൂട്ടാവട്ടെ എന്ന് കരുതിയാണ് ഹോസ്പിറ്റൽ തുടങ്ങിയത്. പക്ഷേ അവിടെയും വല്ലാത്ത മടുപ്പ്. ദുഃഖങ്ങളുടെ കഥകളെ എല്ലാവർക്കും പറയാനുള്ളൂ. വളയം പിടിച്ചാൽ നിനക്ക് കണ്ണ് കണ്ടുകൂടല്ലടാ. നിർത്താൻ വേണ്ടി എനിക്കിപ്പോ എന്താ വേണ്ടേ? നിന്റെ തന്തയുടെ തല. ഇവിടെ എന്റെ സുഹൃത്തുക്കൾ വരും, ബന്ധുക്കൾ വരും, ശത്രുക്കൾ വരും. നീ ആരാ ചോദിക്കാൻ? അപ്പോൾ നിങ്ങൾക്ക് എന്നേക്കാൾ വലുതാണോ കൂട്ടുകാരൻ? നിന്നേക്കാൾ 100 അല്ല 1000 മടങ്ങ് വലുതാണ് എനിക്ക് എന്റെ നന്ദു. എങ്ങനെയുണ്ട്? ഇങ്ങനെയെല്ലാം ഞാൻ ഇവരോട് പെരുമാറുമെന്നാവും നിങ്ങൾ വിചാരിച്ചിരുന്നത് അല്ലേ? ഐ എം സോറി. ആകാശമിടിഞ്ഞ് വീഴാൻ പോകുന്നു എന്ന് പറഞ്ഞാൽ പോലും നമ്മൾ ആത്മധൈര്യം കൈവിടാൻ പാടില്ല. ധൈര്യത്തെ പറ്റി എനിക്ക് ഒരുപാട് ഇവിടെ ഇതൊരു ഹോസ്പിറ്റലാണെന്ന് എനിക്കറിയാമോ? പൊതുജന സേവനത്തിന് വേണ്ടി തുറന്നു വെച്ചിരിക്കുന്ന പരിശുദ്ധമായ സ്ഥലം. നിന്നെപ്പോലുള്ള നാരികളാണല്ലോ ഇത് അശുദ്ധമാക്കുന്നത്. എന്നിട്ട് വിസ്തരിക്കാൻ വന്നിരിക്കുന്നു. എന്ത് രാജ? അത് എന്നെ തെറ്റിദ്ധരിച്ച് കാണും. എനിക്ക് ഭ്രാന്തൊന്നുമില്ല. ഞാൻ ഭ്രാന്തന്മാരെ ചികിത്സിക്കുന്ന ഡോക്ടറാണ്. എനിക്ക് ഭ്രാന്തില്ല.
ഞാൻ ഇവിടുത്തെ മനുഷ്യേട്ട് എന്താ പിടിച്ചില്ലേ? നിന്ന് ഞെളിയാതെ കാണിച്ച് തോന്നിയാത്തിന് മാപ്പ് പറഞ്ഞിട്ട് പോടാ. കിട്ടു, നീ അറിയോ രാഹുലിനെ, എന്റെ മോൻ രാഹുലിനെ? ഇൻസ്പെക്ടർ ബൽറാം, സ്വർണമാല, സ്വർണ ചെയിൻ, സിൽക്കിന്റെ ജുബ്ബ, നല്ല 1ാം ക്ലാസ് ടേബിള്, കൊട്ടാരം പോലത്തെ ഒരു ആപ്പീസ്. നീ ആരാടാ കോടീശ്വര? പാവങ്ങളുടെ കാശും കൊടുത്തേക്ക്. താൻ പോരോ? താൻ അവരുടെ വക്കീലാണോ? ഏയ്, ഞാൻ വക്കീലൊന്നുമല്ല. പക്ഷേ പാവങ്ങളെ പറ്റിക്കാൻ ഞാൻ സമ്മതിക്കത്തില്ല. പറ്റിച്ച താൻ ചെയ്യും. ഇത് ചെയ്യും. എന്ത് സഹായമാണ് ഞാൻ ചെയ്യുന്നത്? അങ്ങനെ അങ്ങ് തോറ്റു പിന്മാറുന്നവനല്ല ഞാൻ. തെളിവുകൾ പോരെങ്കിൽ ഇനിയും ഞാനത് ഉണ്ടാക്കും. താൻ കണ്ടോ? 1000 ജന്മം കൊടുത്താലും നിനക്കൊരു കുഞ്ഞിന്റെ അച്ഛനാകാനുള്ള യോഗ്യതയില്ല. അച്ഛനെന്ന വാക്കിന്റെ അർത്ഥം നിന്റെ നെഗണ്ടുവിലില്ല. പെണ്ണ് നിനക്കൊരു പോക വസ്തുവാണ്. ഒരു നിമിഷത്തെ സുഖത്തിന് വേണ്ടിയുള്ള ഒരു ഉപകരണം. കളിച്ചു കളിച്ചും കേറി കളിക്കാ. ഇവിടെ എന്തുവാടാ ഇത്? താനിപ്പം ഷൈൻ ചെയ്ത് നിൽക്കുക. ഇനി ഇത് വഷളാക്കരുത്. വഷളാക്കിയ എന്റെ സ്വഭാവം മാറും. എന്റെ അച്ഛനെ കൊന്ന കൊലയാളി ഇന്നും സ്വതന്ത്രനാണ്. അവൻ എവിടെയുണ്ടെന്ന് പോലും എനിക്കറിയില്ല. പക്ഷേ കണ്ടു കിട്ടുന്ന കുറ്റവാളികളെ മുഴുവൻ അകത്താക്കിയേ ഞാൻ അടങ്ങും. അതിനെന്ത് ആപത്തും വന്നോട്ടെ. സ്നേഹിക്കാനൊരു പെണ്ണ് വേണമെന്ന് തോന്നിയപ്പോ ഒരു പെണ്ണിനെ കണ്ടു, ഇഷ്ടപ്പെട്ടു. വിവാഹത്തിന് മുമ്പ് അവൾ അറിയാതെ ഞാൻ അവളെ സ്നേഹിച്ചിരുന്നു. വിവാഹം കഴിച്ചു. വിദ്വാൻ ഒരിക്കലും വിദ്യ മറക്കില്ല. എന്റെ അവസാനത്തെ കച്ചേരിയാണ്. വരില്ലെന്ന് നീ പറയരുത്. പഴയ ഒരു കൂട്ടുകാരന്റെ അവസാനത്തെ അപേക്ഷയാണെന്ന് കരുതിയെങ്കിലും നീ വരണം. ഓ, ഈ സ്കൂളിലെ കുട്ടികളാണല്ലേ. ഒരു പിടി ചോറിന്റെ വില മനസ്സിലാക്കാൻ ഇത് നിങ്ങളെ കൊണ്ട് തീറ്റിക്കാണ് വേണ്ടത്. ജീപ്പ് വരാമെന്ന് പറഞ്ഞിട്ട് കണ്ടില്ലല്ലോ. എടോ, താൻ പോലീസ് സ്റ്റേഷൻ വഴിയാണോ പോകുന്നത്? ക്ഷമിക്കണം. അവരെ ഒക്കെ വിട്ടിട്ട് വേറെ ഒരു CI എന്നെ എന്തിനാ താനിത് ഉദ്ഘാടനം ഞാൻ വിളിച്ചത്? സാറ് തെറ്റിദ്ധരിക്കണ്ട. എന്റെ ഒരു വിശ്വാസം, എന്റെ എല്ലാ സ്ഥാപനങ്ങളുടെയും ഉദ്ഘാടനം നിർവഹിച്ചിരിക്കുന്നത് പോലീസുകാരാണ്. ട്രൂത്ത് ഈസ് സ്ട്രേഞ്ചർ ദാൻ ഫിക്ഷൻ. കുറ്റവാളിയായ ഒരു പെണ്ണിനാണ് ഞാൻ അഭയം കൊടുത്തിരിക്കുന്നത്. റോയ്, സ്റ്റാൻലി റോയ്. ഐ സീ. ഞാൻ ഇന്നിവിടെ താമസം തുടങ്ങിയുള്ളൂ. ഐ സീ. ഇപ്പോൾ അങ്ങയുടെ മുന്നിൽ നിൽക്കുന്നത് എഞ്ചിനീയർ സ്റ്റാൻലി റോയ് അല്ല. എന്റെ കോൺട്രാക്ടർ സാറേ 11ാമത്തെ വയസ്സിൽ വട്ട് പിടിക്കാൻ തുടങ്ങിയതായി ശ്രീധരൻ. അറിയോ? നിനക്ക് വേണ്ടി ഞാൻ ഇതൊന്ന് ആലോചിക്കട്ടെ. പെൺകുട്ടി ഗ്രാജുവേറ്റാ? കുറുപ്പേ, ആരെ എവിടെ വെച്ച ഞാനാ? കാട്ടാനയാണെന്ന് കരുതിയാണ് കാലിൽ വെടിവെച്ചത്. താൻ അഴിച്ചുവിട്ട നാട്ടാനയാണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ മസ്തകത്തിന് ഞാൻ വെടിവെച്ചനെ. വീട്ടുകാർക്ക് ഭാരം ഒഴിവാക്കാൻ വേണ്ടി കുഞ്ഞുങ്ങളെ കൊണ്ട് തള്ളാനുള്ള സ്ഥലമല്ല ഇത്. അവർക്ക് വേണ്ടത് നിങ്ങളുടെ ഒക്കെ സ്നേഹവും വാത്സല്യവുമാ. ഒരു സ്വല്ല ഒഴിച്ചുവിടുന്ന മാതിരി കൊണ്ടാക്കുന്ന കുട്ടികളെ ഇവിടെ പിടിച്ച് നിർത്തിയാൽ ഞാനത് അവരോട് ചെയ്യുന്ന ദ്രോഹമായിരിക്കും. എടോ മുതലാളി, കള്ളക്കേസിൽപ്പെടുത്തി ഞങ്ങളിൽ ചിലരെ ലോക്കപ്പിലടച്ചാൽ തനിക്ക് സമരം പൊളിക്കാമെന്ന് തോന്നിയോ? ഞാൻ നിങ്ങൾക്കെതിരായി പരാതിപ്പെട്ടിട്ടില്ല. എങ്കിലത് പോലീസ് സ്റ്റേഷനിൽ വന്ന് പറ. ഞാൻ കെട്ടിയ പെണ്ണിന്റെ ഉമ്മാനെ അമ്മായി എന്നല്ലാണ്ട് പിന്നെ ഉമ്മാന്ന് വിളിക്കൂ? ഒരു ചായക്കടക്കാരന്റെ മോളായതുകൊണ്ടായിരിക്കും അല്ലേ? അതിൽ ആർക്കെങ്കിലും അന്തസ്സുകളുണ്ടെങ്കിൽ അവർ ഈ വീട്ടിൽ നിൽക്കണമെന്നില്ല. സുരേഷ് പറഞ്ഞത് ശരിയാണ്. ഐ എം ഗോഡ്, മീഡിയ ഗോഡ്. ഇവിടെ പലരുടെയും തലയിൽ എഴുതുന്നതും മായ്ക്കുന്നതും ഞാനാണ്, ഏതുന്നവന്റെയും. എന്ത് പേടിച്ചു പോയോ? ഞാൻ ശ്രീധരമാമയെ സ്വപ്നം കണ്ടല്ലേ. കരയാതെ. മോള് പേടിച്ചു പോയോ? അച്ഛനൊന്നുമില്ല കേട്ടോ. മാറോടടക്കി പിടിച്ച് വളർത്തണമെന്ന് പറഞ്ഞ് നീ എന്നെ ഏൽപ്പിച്ച നമ്മുടെ പൊന്നുമോണുമായി ഞാൻ വീണ്ടും വരുന്നു നിന്നിലേക്ക്, നിന്റെ പ്രിയപ്പെട്ട ഊട്ടിയിലേക്ക്.
അമ്മയെക്കാളേറെ എന്റെ മനസ്സിൽ നിറഞ്ഞു നിന്നിരുന്നത് അമ്മ പൂശിയിരുന്ന സുഗന്ധദ്രവ്യങ്ങളായിരുന്നു. പിന്നീട് ഞാൻ വലുതായപ്പോഴാണ് അത് വിദേശ മദ്യത്തിന്റെ ഗന്ധമായിരുന്നു എന്ന് എനിക്ക് മനസ്സിലായത്. പിന്നെ അമ്മ മരിക്കുമ്പോ എനിക്കൊരു 10 വയസ്സെങ്കിലും കാണും. അനിയൻ പോയി കിടക്ക്, നേരം വെളുക്കട്ടെ, എല്ലാത്തിനും ഒരു സമാധാനം ഉണ്ടാക്കാം. എന്താ ഇവിടെ? ഇയാക്കെന്താ ഇവിടെ കാര്യം? നീ ആരാ ചോദിക്കാൻ? ഇവര് ഈ വീട്ടിന്റെ ഉടമസ്ഥന്മാരാ. ആണോ? എങ്കിൽ ഞാൻ ഈ വീട്ടിലെ കുടിയടപ്പുകാരനാ. അങ്ങ് സ്വയം നശിക്കുകയാണ്. പിടിച്ചടക്കാൻ എളുപ്പമാണ് ആലീസ്, നിലനിർത്താനാണ് പ്രയാസം. കൈവിട്ടു പോകുന്ന പോലെ തോന്നുന്നു. അത് ഉള്ളവരുടെ വാക്ക് വിശ്വസിച്ച് വിപ്ലവം വരുന്നത് കാണാൻ ആയിരക്കണക്കിന് ചെറുപ്പക്കാര് പാതി വഴിയിൽ നിൽക്കുന്നുണ്ട്. ജ്ഞാനോദയം കിട്ടിയല്ലോ, പഠിപ്പിച്ചതൊക്കെ തെറ്റാണെന്ന് അവർക്കൂടെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്ക്, അല്ലെങ്കിൽ ഞാൻ പറയാം. You are deputed for the inquiry of the Omenas case. താങ്ക് യു സർ. Mr. സേതുരാമയ്യർ, DYSP CBI. ഇദ്ദേഹമാണ് ഈ കേസ് അന്വേഷിക്കാൻ പോകുന്നത്. മണികണ്ട, ഇതിലെ സ്പിരിറ്റ് മാത്രമേ ഞങ്ങൾ എടുക്കുന്നുള്ളൂ. ലോറി നാളെ കടപ്പുറത്ത് കാണും. എനിക്ക് പറയാനൊരു തന്തയുണ്ട്. വേറെ ചിലരോടൊക്കെ തന്ത ആരാണെന്ന് ചോദിച്ചാലേ അമ്മ വീട്ടുകാരാണെന്നോ രാജപരമ്പരയാണെന്നോ ദിവാൻ ബേഷ്കാരുടെ അനന്തരവനാണെന്നോ ഒക്കെ പറയാനേ ഒക്കൂ. അത് എനിക്കൊരു തമാശയായിട്ടാണ് സർ തോന്നിയത്. പക്ഷേ അതാ ഞങ്ങളുടെയും പ്രശ്നം. ഇന്ത്യയിൽ ഇങ്ങനെ ഒരു സംഭവം പലതും സംഭവിച്ചതിന് ശേഷമാണല്ലോ നമുക്ക് പരിചയമാവുന്നത്. തെറ്റുകൾ എല്ലാവർക്കും പറ്റും എന്ന് കരുതി തെറ്റുകളിൽ തന്നെ മുറുകി പിടിച്ച് കഴിയണമെന്നില്ല. തെറ്റാണെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ അത് തിരുത്തുന്നതാണ് വിവേകം. ആ തെറ്റിന് ശിക്ഷിക്കേണ്ടത് ഹിന്ദുവിനെയും മുസൽമാനെയും അല്ല, ഈ മണ്ണ് ചോര കൊണ്ട് നനച്ചെടുത്ത് ബ്രിട്ടീഷ് നായിന്റെ മക്കളെയാണ്. അവന്റെയൊക്കെ ചെരുപ്പ് നോക്കി ഖാൻ ബഹദൂറും റാവു ബഹദൂറും പട്ടം വാങ്ങിയ അന്നപ്പോലുള്ള നാടൻ ചെറ്റകളെയാണ്. എന്റെ പേര് അഡ്വക്കേറ്റ് ജോർജ് കോരാ വെട്ടിക്കൽ. വെട്ടിക്കൽ എന്ന് പറയുമ്പോ അതെന്റെ കുടുംബപ്പേര. കാലത്തെയും ജീവിതത്തെയും അവഗണിക്കുന്ന കവിത വിത്തുകൾ മുളപ്പിക്കാത്ത തരിശുനിലം പോലെയാണ്. കാലഘട്ടങ്ങളുടെ വികാരവും ചൂടും തണുപ്പും കവിതയ്ക്കുണ്ടാവണം. അതുപോലെ സാഹചര്യം കൊണ്ടാണ് ഞാനും ഈ പ്രതിക്കൂട്ടി കയറി നിൽക്കുന്നത്. ജയിലിലേക്ക് വന്ന് കുറ്റവാളികളെന്ന് മുദ്ര കുത്തപ്പെടുന്ന പലരും കുറ്റവാളികളല്ല. മനുഷ്യ, ഞാൻ മനുവാണെന്ന് പറഞ്ഞില്ലേ? ഐ ആം എ സയന്റിസ്റ്റ്. എന്തോ ഞാനൊരു ശാസ്ത്രജ്ഞനാണെന്ന്. എന്റെ അനിയനാണ് നീ എന്നുള്ള വിശ്വാസം എനിക്കുണ്ടായിരുന്നെങ്കിൽ ഈ ചോദ്യം എന്നിൽ നിന്നുണ്ടാവുമായിരുന്നില്ല. ഒരിക്കലും പ്രതീക്ഷിക്കാത്ത നിധി കിട്ടിയ പോലെ 2 കൈ നീട്ടി തന്നെ ഞാൻ സ്വീകരിച്ചത്. എന്തു വേണം? ഇന്ന് സന്ദർശകരെ അനുവദിക്കുന്നതല്ല. സന്ദർശകനല്ല, എന്റെ പേര് രാമഭദ്രൻ. ഇവിടെ ജോയിൻ ചെയ്യാൻ വന്നത്. ഈ സിറ്റിയുടെ ലോ ആൻഡ് ഓർഡറും അതിന്റെ സംരക്ഷണവും താങ്കളുടെ പക്കലല്ലേ? അപ്പോ വാശിയാണല്ലേ? അല്പം വാശിയില്ലെങ്കിൽ എന്ത് വക്കീല് സാറേ. ചന്തുവിനെ തോൽപ്പിക്കാൻ നിങ്ങൾക്കാവില്ല. ജീവിതത്തിൽ ചന്തുവിനെ തോൽപ്പിച്ചിട്ടുണ്ട് പലരും, പലവട്ടം. യന്ത്രത്തോക്കും ബോംബും ഉണ്ടാക്കാൻ കഴിയുന്ന ടെക്നോളജിക്ക് ഒരു പനിനീർപ്പൂവിനെ സൃഷ്ടിക്കാനാവുമോ എന്ന് ലീന വെല്ലുവിളിച്ചിട്ടുണ്ട് ഒരിക്കൽ, കഴിഞ്ഞൊരു വാർഷിക പതിപ്പിലെ കവിത. അത് കർമ്മഫലമാണ്, അനുഷ്ഠിക്കപ്പെട്ട ദുഷ്കർമ്മങ്ങളുടെ അനിവാര്യമായ ഫലം. ബ്രാഹ്മണനെ കൊന്നാൽ ബ്രഹ്മഹത്യാപാപം, ബ്രാഹ്മണൻ കൊന്നാലോ അതിൽ പാപമില്ലേ? പൂജയെറിഞ്ഞ് പണക്കാരനാകാമെന്ന് കരുതിയല്ല ഞാനിവിടെ വന്നത്. ഞാൻ നിങ്ങൾക്ക് ഭീഷണിയാണെന്ന് പറഞ്ഞില്ലേ? വാസ്തവത്തിൽ നിങ്ങളാണ് എന്റെ തൊഴിലിന് ഭീഷണിയായത്. തനിക്ക് മരിക്കല്ലേ വേണ്ടു. 3:15 വടക്കോട്ടൊരു ട്രെയിനുണ്ട്, അതിനാകാം. ഞാനും മരിക്കാൻ വന്നതാ. അതേ സ്നേഹിത, ദാ സോറി, യു ആർ മിസ്റ്റേക്കൺ. ഞാൻ തുടക്കത്തിലേ പറഞ്ഞു തർക്കിക്കാൻ വന്നതല്ലെന്ന്.
ജെന്റിൽമാൻ കേഡറ്റ് ഗോപകുമാർ സർ. ലൗഡർ. ജെന്റിൽമാൻ കേഡറ്റ് ഗോപകുമാർ സർ. ലൗഡർ. മൂക്കിന് താഴെ രോമം കളിച്ചുകൊണ്ട് മാത്രം ആണാവൂല, ചങ്കൂറ്റം വേണം. ചന്ദ്രൻ അതുണ്ടോന്ന് കാണിച്ചു തരാം. അല്ല, പിന്നെ നിങ്ങളാരാ? ഞാനൊരു മനുഷ്യൻ. ഇതിലെ പോയ പള്ളിയിലെത്തുവോ? മാലിക് തയ്യാർ ഹോത്താ അഭി ആത്താ. ടീ കോഫി വാണ്ടി? യെസ്. നോ. ഹലോ ബോയ്സ്. ഹിന്ദുവും മുസ്ലിമും ഓത്തുപള്ളിക്കൂടെ മേയാൻ പണ്ട് ഓല ചുമന്നത് നമ്മൾ രണ്ടുപേരും കൂടെ അല്ലേ? കാവിലെ പൂരത്തിന് കുരുത്തോല വെട്ടാൻ ആദ്യം തെങ്ങിക്കറിയ നീയല്ലേ? ഫാമിലി വലിയ എസ്റ്റേറ്റ് പാർട്ടി. ഓ, കേട്ടിട്ടുണ്ട്. ടോണി കുരിശിങ്കൽ. എന്റെ കർത്താവേ, എന്നെ നീ നല്ലവനാക്കാൻ സമ്മതിക്കുകയല്ലേ? 9 ദിവസം വിശപ്പറിഞ്ഞിട്ടുണ്ടെങ്കിലും തിങ്കളാഴ്ച നോമ്പിന്റെ വിശപ്പല്ല, ഭക്ഷണത്തിന്റെ ഗന്ധവും രൂപവും മാത്രം മനസ്സിൽ ധ്യാനിച്ചു പോകുന്ന വിശപ്പ്. നാരായണി, ഈ ഭുവനത്തിലുള്ള എല്ലാ പനിനീർ ചെടികളും ഞാൻ നാരായണിക്ക് തരും. ഒരെണ്ണം മതി, തരുമോ? ഓ, എന്തൊരു ചോദ്യമാ നാരായണി ഇത്, തരുവോന്ന്? അതാ போய் சொல்லக்கூடாது. சுந்தர உன்னை பார்த்தது கூட கிடையாது. சொல்லு, உண்மை சொல்லு. உனக்கு சுந்தரத்தை தெரியுமா? இது கோட்டு ஞாபகம் வச்சுங்க. அதெல்லாம் இங்க വേണം. ഒറ്റിക്കൊടുത്താൽ കിട്ടുന്ന നക്കാപ്പിച്ച കാശിനായിരുന്നെങ്കിൽ ഞാനത് പിച്ചയായിട്ട് തരുമായിരുന്നല്ലോ. നിന്റെ ചൂണ്ടലിൽ നീ എന്നെ ഇരയായിട്ട് കുരുത്തു. ചൂണ്ടലിന് താങ്ങാവുന്നതിലും വലിയ ഇര കുരുക്കരുത്. അതാണ് ബുദ്ധിമുട്ട്. എന്റെ കമ്പനി പുറത്തുനിന്ന് ആളെടുക്കൂല. അപ്പൊ സാറിന്റെ കമ്പനി സർക്കാരിന്റെ ആണോ അത് സ്വന്താണോ? ചിലപ്പോ സർക്കാരിന്റെ, ചിലപ്പോ സ്വന്തം. ഇവിടെ എന്ത് സംഭവിച്ചു? പാർട്ടിയുടെ സ്ഥാപക നേതാവ് തന്നെ രക്തസാക്ഷിയായി. ഇതിൽ എന്തോ വേണം. അത് ഞാൻ ഇന്നലെ ഡിക്റ്റേറ്റ് ചെയ്താണല്ലോ. ടൈപ്പിംഗ് പൂർത്തിയായില്ല സർ. വൈ വൈ? ഇന്നലെ ഉച്ച മുതൽ സൗദ ആബ്സെന്റ് ആണ് സർ. All kinds of funny excuses. താങ്ക് യു അങ്കിൾ. എന്നെ അങ്കിൾ അങ്കിൾ എന്ന് വിളിക്കുമ്പോ കേൾക്കുന്നവർ വിചാരിക്കും ഞാനൊരു വയസ്സനാണെന്ന്. എനിക്കങ്ങനെ പ്രായമൊന്നും ആയിട്ടില്ല. വെറും 31 വയസ്സുള്ള ഒരു ബാച്ചിലറാണ് ഞാൻ. ഒരു വഴിയുണ്ട്. മിസ്സസ് നെടുങ്ങാടിയെ കൊണ്ട് പറയിപ്പിക്കാം. അവര് പറഞ്ഞ ഒന്നും വേണ്ടെന്റെ സാറേ, എന്റെ ജോലി ഞാൻ ചെയ്തോളാം. അങ്ങേരുടെ ജോലി അങ്ങേരും. എനിക്ക് അവന്റെ ഒരു ഗോഡ്മാന്റെ സഹായം അതിന് ആവശ്യമില്ല. ചന്തു, ജോണി, മൈ സൺ. പറയടാ എല്ലാരോടും, എന്റെ മകള് ജയിച്ചടാ, പച്ചായിട്ട് ജയിച്ചടാ. ഞാൻ എന്ത് ചെയ്യാ? ഒന്നോർത്തോ പാവ എന്റെ സുഖേട്ടൻ. ഇപ്പോഴെങ്കിലും മനസ്സിലായല്ലോ ഞാനൊരു പാവമാണ്. ഒരു 50 മണിസിങ്ങനെ. ഇതാണ് സുഖേട്ടൻ. ക്യാപ്റ്റൻ സാറേ, വിശ്വാമിത്രന്റെ തപസ് ഇളകുവോ? വേല മനസ്സിലിരിക്കേണ്ട വക്കീലേ, ഇതിലും വല്ലേ പെരുന്നാൾ വന്നിട്ട് ബാബ പള്ളി പോയിട്ടില്ല, പിന്നല്ലേ ഇത്. പോരുത്. ഭാസ്കരനാരല്ലേ? അതെ. പൈൻ മരങ്ങളുടെ ഇല കൊഴിയുന്ന തെരുവീഥികളുടെ കയ്യിൽ ഓർക്കിഡ് പൂക്കളുമായി ഒരു ഇംഗ്ലീഷ് യുവാവിനോടൊപ്പം നീ. രമണ എന്നെ പെണ്ണാണ് എനിക്ക് தெரியாது. ஆனா 10 வருஷமாக கூட இருந்திருக்கான். அவன் ஹாஸ்பிட்டலில் திரும்பி வரல. இந்த சூழ்நிலை இருக்க மாட்டான். നിങ്ങളുടെ വീട്ടുതണ്ടകൾ ഉണ്ടകൾക്ക് നിരകാൻ വിട്ടുകൊടുക്കുന്നില്ല. നിങ്ങളുടെ പെൺമക്കളുടെ മാനം അവർക്ക് ചവിട്ടി അരയ്ക്കാനുള്ളതല്ല.
നിങ്ങളുടെ ആൺകുട്ടികളുടെ ദേഹം അവർക്ക് തല്ലിച്ചതയ്ക്കാനുള്ളതല്ല. ஆனா இதுக்கெல்லாம் காரணம் என் தொழிலாளர்கள் தான். கேமராவை கொஞ்சம் நிறுத்துங்க. மனோரா வா. பாசிங் ரெடி ஆயிடுச்சு, டேஸ்ட் பண்ண கொண்டு வந்தேன். എനിക്കറിയാം സർ, ഒരിക്കലും അംഗീകരിക്കണ്ട. പക്ഷേ എനിക്ക് സ്നേഹിക്കാലോ, എന്റെ മനസ്സിൽ എനിക്ക് ഓമനിക്കാലോ, താരാട്ട് പാടാലോ. കൊച്ചുവെളുപ്പാങ്കാലത്ത് ഗസറ്റൊക്കെ തപ്പിപ്പോകാൻ പറ്റുമോ സാറേ? ചന്തക്കാട് വിശ്വനിഗ്രഹമാണല്ലോ ചന്ദ്രദാസ് IPS അവതാര ലക്ഷ്യം തന്നെ. ഒഴിവാക്കണമേ, എന്നാലും എന്റെ ഇഷ്ടമല്ല നിന്റെ ഇഷ്ടം. എന്താ മോനെ? എനിക്ക് എന്താണെന്ന് പറഞ്ഞു? ഇന്നലെ വൈകുന്നേരം നമ്മൾ കുറേ നേരം വെള്ളത്തിൽ കളിച്ചില്ലേ, ആ നീരിറങ്ങിയതിന്റെ പനിയാണെന്ന് പറഞ്ഞു. ഇന്നും നാളെയും കംപ്ലീറ്റ് റെസ്റ്റ് എടുത്താൽ മാറിക്കൊള്ളുന്നു പറഞ്ഞു. ఎవరి కోసమో మీ పేరు ప్రతిష్టలు గడించలేదు ఈనాడు అంతే. ఎవరి కోసమో భయపడి మా ఆత్మాభిమానాన్ని చంపుకోలేదు. മറന്നും പുറത്തുമൊക്കെ ജീവിക്കാൻ ഞാൻ ബ്രാഹ്മണനോ ശൂദ്രനോ വൈശ്യനോ ഒന്നുമല്ല. മന്നാടിയ ക്ഷത്രിയനാണ്, ക്ഷത്രിയൻ. വക്കീലിന് ഇതെല്ലാം കൂടെ പണയം വെച്ചിട്ട് അയാളുടെ കോട്ടിലെ മൂട്ടയായിട്ട് ചോര കുടിച്ച് ജീവിക്കുക. അതല്ലെങ്കിൽ പഴയതുപോലെ കൃഷി ചെയ്ത് എല്ലാവർക്കും കൂടെ സുഖമായിട്ട് ജീവിക്കുക. കൃഷി ചെയ്യുന്ന ഭൂമി കൃഷിക്കാർക്കുള്ളതാ. ഒന്നും രക്തബന്ധുക്കളെ ആരെയും ഞാൻ കണ്ടിട്ടില്ല. അവിടെ നീ കാണുന്നതൊക്കെ ഉണ്ടാക്കിയത് ഞാൻ തന്നെയാ. ഇന്റെ ചോര നീരുമായി കാണുന്നതൊക്കെ ആ അഹങ്കാരം ഉണ്ട്, സത്യ. രണ്ടു കൊല്ലത്തോളം കോടതി കയറി ഇറങ്ങി വേദനയും പ്രയാസവും സഹിച്ച് അവനെ ഞാൻ ഇംഗ്ലണ്ടിൽ നിന്ന് ഇവിടെ എത്തിച്ചിട്ടും നിങ്ങൾ എന്റെ മകനെ എനിക്ക് വിട്ടു തന്നില്ല. जिनके जवान बेटों को तुम ट्रक खिलाकर मार देते हो, उनके माँ बाप के दिल पर क्या गुजरती होगी? सोच सोच. സാഹചര്യം കൊണ്ട് ചെളിക്കുഴിയിൽ വീണു, പട്ടിണി, ദാരിദ്ര്യം, ആത്മഹത്യക്കൊരു ഓൾട്ടറേഷൻ, കാശുള്ള ഒരു രക്ഷകനെ കണ്ടപ്പോ പിന്നെ അങ്ങോട്ട് പുണ്യമതി. ഇതിക്കുള്ളൊന്നുമില്ലല്ലോ. പിന്നെ ഞാൻ ടെസ്റ്റ് ട്യൂബ് ശിശുവല്ലേ, എന്നെ ഒരു അമ്മ പ്രസവിച്ചതാ. ധാരാളം പെണ്ണും പടക്കോഴിയൊക്കെ ഉള്ള വീട്ടിലാണ് ഞാനും ജനിച്ചതും വളർന്നതൊക്കെ. എന്ന് വെച്ച് നിന്നെ പോലെ അച്ഛയുടെ സാരി തുമ്പി പിടിച്ചു നടക്കാനൊന്നും എന്നെ കിട്ടൂല. എങ്ക രണ്ടുപേർക്കും ഒരു വിഷയത്തിലെ ഒത്തുമ, രണ്ടുപേരുടെ നടയും വാത്ത് നടക്കുന്ന മാറി ഇടി. ആ പോയ ഭ്രാന്തനാണ് വാക്കുകൾ വെറും വാക്കുകളല്ലെന്ന് എന്നെ പഠിപ്പിച്ചത്. മനുഷ്യനെ കുറിച്ചുള്ള ആദ്യ പാഠങ്ങൾ എന്നെ പഠിപ്പിച്ചത്. എനിക്ക് നിന്നെ ഒന്ന് ഉപദേശിച്ചാൽ കൊള്ളാന്നുണ്ട്. തന്റെ ഉപദേശത്തിന്റെ അവസാനത്തെ ദിവസമാണിന്ന്. കുഴപ്പമില്ല, കുത്തുകയെ കൊല്ലുകയെ എന്ത് വേണം ചെയ്തോളൂ. പക്ഷേ ഞാൻ എന്ത് കുറ്റാ ചെയ്തതെന്ന് അറിഞ്ഞാൽ കൊള്ളാം. നിന്റെ ഭാര്യക്ക് എത്ര വയസ്സുണ്ട്? കണ്ടാ സുന്ദരിയാണോടാ? സുന്ദരിച്ചാണോടാ? ആയിരിക്കും. കമ്മള പറയേ നാട്ടിലേക്ക് തിരിച്ചു പോവാൻ. നീ എന്ത് പറഞ്ഞു? ഞാൻ ഇനി ഇവിടുന്ന് എങ്ങോട്ടും ഇല്ലാന്ന് പറഞ്ഞു. ഇത്തരം മാരകായുധങ്ങൾ ഉപയോഗിച്ച് ശീലിച്ചിട്ടില്ല, അതിനോട്ട് ആഗ്രഹമില്ല. ജീവിക്കാൻ വേണ്ടി നഗരത്തിൽ വന്നപ്പെട്ടതാ. ഇന്നും അവിടെ വന്നിട്ട് പോയി എന്നറിഞ്ഞു. ആ കുഞ്ഞിന്റെ അവളുടെ അമ്മയുടെ മുഖം ഓർത്തപ്പോ ഇവിടെ വന്നൊന്ന് സംസാരിക്കണം തോന്നും. അതിലും പ്രധാനം എന്റെ ഒരു സ്റ്റാഫിനെ അടിച്ചിട്ട് അവരിവിടെ ആണുങ്ങളെ പോലെ താമസിക്കാന്ന് വെച്ചാൽ പിന്നെ നമ്മളൊക്കെ എന്തിനാണോ ഈ മീശ വെച്ച് നടക്കുന്നത്? എത്ര മാസം ബാക്കിയുണ്ടെന്നറിയണം. അതോ ദിവസങ്ങൾ മാത്രമാണോ ഡോക്ടർ?
Above all, your labors in the West have indirectly and to a great extent tendered to awaken the apathetic sons and daughters of India. మేమి తెలియదు. వాడు ప్రజాద్రోహి, వాడిని నరికేస్తాం. వీడు విప్లవద్రోహి, వీడిని ఉరితేస్తాం, నరుకుతాం, బాంబులేస్తాం, తగలేస్తాం. ఇవి మాత్రం తెలుసు. പക്ഷേ ആനയെ തോട്ടി കൊണ്ട് നിയന്ത്രിക്കാം, കാളയ്ക്കും പോത്തിനും കുതിരയ്ക്കും ചാട്ട. എന്നാൽ വിഡ്ഢികളെ നിയന്ത്രിക്കാൻ ഇതുവരെ ഉപകരണങ്ങളൊന്നും കണ്ടുപിടിച്ചിട്ടില്ല. പക്ഷേ കോടതിക്കകത്ത് ലോയേഴ്സ് വാഗ്വാദത്തിൽ ഏർപ്പെടാറുണ്ട്. കീരിയും പാമ്പും പോലെ പരസ്പരം ആക്രമിക്കാറുണ്ട്. പക്ഷേ കോടതിക്ക് പുറത്ത് ഈ വസ്ത്രമണിയുന്ന തമ്മിൽ ഒരു ധാരണയുണ്ട്. എ കോഡ് ഓഫ് കോണ്ടക്ട്. നിന്നെ തിരക്കി അച്ഛന് എന്തോ വല്ലായ്മയുണ്ട്. നിന്നെ കാണുന്നുണ്ട് അച്ഛന്. ഡൽഹിയിൽ ഞങ്ങൾ പാറിയിക്കും. കേരള നാട്ടിൽ നാട്ടിയ ചെങ്കൊടി ഡൽഹിയിൽ ഞങ്ങൾ പാറിയിക്കും. പുല്ലേ ഈ അഴിച്ചിട്ടിരിക്കുന്ന മുണ്ടുണ്ടല്ലോ, ഇതിനകത്ത് ആണുങ്ങളെ പോലെ അന്തസ്സായിട്ട് മടക്കി കുത്താനും അറിയാം ഈ ജോസഫിന്. നിനക്കതറിയില്ല. Now you just wait and see. விவசாயிகள் உழ வேண்டியதில்லை. ஆமா. தொழிலாளர்கள் ஃபேக்டரிக்கு வர வேண்டியதில்லை. ஆமா ஆமா. அதிகாரிகள் ஆபீஸுக்கு வர வேண்டியதில்லை. ஆமா 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 ஆமா. வாரத்துக்கு ஒரு நாள் வேலை செஞ்சா போதும். അവർക്കും എനിക്കൊരു സ്വീകരണം തരുന്നു. ഈ കൊല്ലം ഇന്ത്യൻ എയർലൈൻസിലെ ഏറ്റവും കൂടുതൽ യാത്ര ചെയ്ത യാത്രക്കാരൻ ഞാനാണല്ലോ. പക്ഷെ എനിക്ക് സ്വീകരണത്തിനൊക്കെ എവിടെയാ നേരം? വേണ്ടെന്ന് പറഞ്ഞു. പെമ്പിള്ളേർ ഇറങ്ങുമ്പോ ചവിട്ടുപടി എന്ന് പറയുന്നു. വേറെ ചില അവന്മാരെ എനിക്ക് ഇവിടെ കാണാനുണ്ട്. എന്റെ പെൺകുട്ടികൾ വഴിയെ പോകുമ്പോ കൈവീശി കാണിക്കാൻ വിസിലടിക്കാൻ ചെയ്യുന്ന ചില ഞരമ്പ് രോഗികളെ. പ്രധാന നിരത്തിലുള്ള പ്രകടനങ്ങൾ നിരോധിക്കുന്നതിന് മുമ്പ് നിയന്ത്രിക്കേണ്ടത് VIP-കളുടെ വരവും പോക്കുക. മനുഷ്യനെ മെനക്കെടുത്താൻ കുറെ നേരമായി VIP-യുടെ വരവും കാത്ത് ഞങ്ങളുടെ കെട്ടിക്കിടക്കാൻ തുടങ്ങിയിട്ട്. എപ്പോഴാണോ ശാപമോക്ഷം കിട്ടുക? If you are reluctant to enforce the law of the land, I'm sorry, I'll be forced to take the law in my hands. പിന്നെ നിങ്ങളുടെ മുഖത്ത് മറന്നിരിക്കുന്ന ഈ പേടിയുണ്ടല്ലോ, എനിക്കതില്ല. ഇതൊക്കെ ഒറ്റയ്ക്ക് നേരിടാനുള്ള ചങ്കൂറ്റം എനിക്കുണ്ട്. And please don't try to suppress the truth. ഒരു പൂതരോ? ഇവിടെ പോകുന്നില്ല. പിന്നെ ആ പൂത്തേക്കുള്ള പേരെന്താ? അതിന്റെ പേര് കുന്തം. ഒരെണ്ണ മുറ്റത്ത് കയറി പോരുത്. പുറത്തേക്കൂടാ, അല്ലെ നായനോട്ട് കടുപ്പിക്കും ഞാൻ. சபல பேர் வழி, தூங்கு மூஞ்சி, இவனை என்ன வேணா பண்ணலாம், எப்படி வேணா வளைக்கலாம். இதானே என்ன பத்தி நினைச்சீங்க? உங்க இஷ்டத்துக்கு என்ன வளைக்க முடியாதுன்னு இப்போ உங்களுக்கு தெரிஞ்சிருக்கும். ആര് കണ്ടു? പറഞ്ഞു കേട്ടതാ. പോലീസ് അന്വേഷിക്കല്ലേ? എന്നാ കൊന്നത് ഒരാളാ. അത് നിനക്കെങ്ങനെ അറിയാം? சாவுக்கு பயப்படுற கோள ராணுவத்தில் இருக்க முடியாது. மரண சாசனத்தை எழுதி கொடுத்துட்டாண்டா இந்த யூனிஃபார்மை போட்டேன். நீங்க வாழ்ந்த நாட்டை அழிக்க பாக்குறீங்க, நாங்க செத்ததை வாழ வைப்போம். Come on, shoot me. ചേട്ടൻ ഇവിടെ ഉണ്ടായിരുന്നു. കോൺട്രാക്ട് എന്താ വിളിച്ചിരിക്കുകയാണോ? ഏയ്, ഞാൻ ഈ പലകയ്ക്ക് എന്തോ കേട്ടണമെന്ന് കേട്ടപ്പോ എന്താ നീ വിചാരിക്കണേ? വേണ്ട വേണ്ടെന്ന് വിചാരിക്കുന്നവരും കുറുമ്പ് കൂടാ. വീണ് തല പൊട്ടിയിരുന്നെങ്കിലോ? മിണ്ടി പോരുത്. ഓർക്കാപ്പുറത്തെ ചില ചോദ്യങ്ങൾ മർമ്മത്ത് കൊള്ളുമ്പോ ആർക്കായാലും ഉത്തരം മുട്ടും. തെളിവുകളുമായി ഞങ്ങൾ വീണ്ടും വരും. അപ്പോ ഈ ഛർദ്ദിച്ചു വെച്ചതൊക്കെ നേതാവിനെ തിരിച്ചെടുക്കേണ്ടി വരും. അല്ല, നിങ്ങളൊക്കെ ആരാ? സമ്മതിച്ചു. പക്ഷെ ആരായി കൃഷ്ണൻ? സാക്ഷാൽ മഹാവിഷ്ണുവിന്റെ വെറും ഒരു മൈനർ മനുഷ്യാവതാരം മാത്രമാണ് ഈ കൃഷ്ണൻ. മീര ആരാധിക്കുന്നത് സാക്ഷാൽ മഹാവിഷ്ണുവിനാണ്. അതായത് മഹാവിഷ്ണു എന്ന ഹരി എന്ന മഹാവിഷ്ണുവിന് അതായത് തന്നെ എന്നാണ് നല്ലത്. അത് തന്നെ ഞങ്ങൾക്കും പറയാനുള്ളത്. വെറുതെ മത്സരിച്ച് തോറ്റു മടങ്ങുന്നതിനേക്കാൾ നല്ലത് അത് തന്നെ. മേയറുടെ മകനായതുകൊണ്ടാ ഞാൻ. ആ പരിഗണന ഒന്നും വേണ്ട. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന എന്താന്ന് വെച്ചാ ചെയ്. எவன்டா உங்களை போக சொன்னது? ஒலச்சு 3 நில விடல. உனக்கெல்லாம் எதுக்குடா இந்த ரத்த வரி? நீ எல்லாம் எப்படி உருப்பட போற? ஒன்னெல்லாம் நம்பி தண்டா இந்த நாடே இருக்கு. ഞാൻ തന്നെ പറയാം, ദേശാടനക്കാരനായ ഒരു പരദേശിയാണ് ഞാൻ. ഒരു പകൽ കൊണ്ട് ഈ മലനിരകൾ താണ്ടാമെന്ന് കരുതി, പക്ഷേ കഴിഞ്ഞില്ല. അപ്പോഴേക്കും അന്ത്യമായി.
ആരെ മർദ്ദിച്ചു? ആ പാവ സ്ത്രീകളോ? ചകിരി പിരിച്ചും മത്സ്യം പിടിച്ചും സ്വന്തം മക്കളെ പോറ്റുന്ന ആ പാവ മനുഷ്യരോ? ഒരു കൂട്ടം തെമ്മാടികളുടെ കൂലിത്തല്ലുകാരാകരുതായിരുന്നു പോലീസുകാര്. ഇതിന്റെ പേരാണ് ഗുണ്ടായിസം, പോലീസിന്റെ ഗുണ്ടായിസം. എടോ വക്കീലേ, കൊച്ചുകുഞ്ഞ് ഒരുത്തനെയും പേടിച്ചിട്ടോ ഭയന്നിട്ടോ അല്ല വണ്ടമേട്ടി പോയത്. തല്ലണോന്ന് വന്ന കൊച്ചുകുഞ്ഞ് നേരവും കാലവും മുൻകൂട്ടി പറഞ്ഞിട്ട് വന്ന് തല്ലും. അതെനിക്കറിയാമല്ലോ. ദേവനാരായണൻ കുട്ടി നിർത്തി. എന്റെ മനസ്സ് താളപ്രകരണങ്ങളൊക്കെ മറന്നിരിക്കുന്നു. ചോര പുരണ്ട ഈ കയ്യിൽ ഇനി കോലുറക്കില്ല. വല്ലവന്റെ നിലപ്പിയെടുത്ത് വെച്ച് കൊടുക്കാൻ തന്നോട് ആരാ പറഞ്ഞേ? എന്റെ മാനം കെടുത്താൻ വേണ്ടി കച്ച കെട്ടി ഇറങ്ങിയിരിക്കുക അയാള്. എടോ, വായി നോക്കി നിൽക്കാതെ ആരോടെങ്കിലും ഒന്ന് വാതറൊന്ന് ചോദിക്കടോ, ഈ മുടിഞ്ഞ കൗണ്ടർ വീട് എവിടെയാണ്? ലാസറിച്ചായോ? അങ്ങനെയൊക്കെ പോയാലോ? എടാ തന്നിച്ച, നീ എപ്പോ വന്നാ മോനെ? അതൊക്കെ ഞാൻ വരേണ്ട സമയത്ത് വരഞ്ചിട്ടപ്പാ. என்ன பயந்துட்டியா? பயம் எனக்கு இல்லை, உனக்கு தான். நான் பயப்படாதனால தான் தனியா வந்திருக்கேன். நீ பயந்ததால தான் உங்க ஆளுங்களோட. നിർത്തണം എരപ്പാളികളെ. നിന്റെയൊക്കെ ശബ്ദം പൊങ്ങിയാൽ രോമത്തിന് കൊള്ളുകയല്ല എന്റെ. இந்த பச்சைக்கண் தேவதையை கொடுக்குறேன், பத்திரமா பார்த்துக்கன்னு கடவுள் என்கிட்ட ஒப்படைச்சிருக்காரு. Unfortunately, I was born a Hindu untouchable. It was beyond my power to prevent that. But it is within my power to refuse to live under these humiliating conditions. പോയി വേറെ വല്ല പണിയുണ്ടോന്ന് നോക്കടാ ഇട്ടിക്കണ്ടപ്പാ. ഇതേ അറക്കൽ മാധവനുണ്ണിയാ പറയുന്നേ. ആ പേരിന് ഈ ജന്മം മുഴുവൻ നിന്റെ ഉടയോൻ എന്നൊരർത്ഥം കൂടെ ഉണ്ട്. അത് മറക്കരുത്. കാരണം എന്താ അറിയോ? ഈ സത്യമുണ്ട്. അത് ഈ പറഞ്ഞ പോലെ പാകിസ്ഥാന്റെ സത്യമല്ല, ഈ മണ്ണിന്റെ ഇന്ത്യന്റെ സത്യം. ഞാനും എന്റെ കുട്ടികളും മുലപ്പാല് കുടിക്കുന്ന പോലെ അനുഭവിച്ചറിഞ്ഞ സത്യം. നമ്മുടെ ഭാഷ പഠിക്കണമെങ്കിലേ നല്ലവണ്ണം നാക്ക് പിടിക്കണം മോളെ. എന്നാലേ ഇഷ്ടം, പുഷ്പം, വിദ്യുത് ശക്തി എന്നൊക്കെ പറയാൻ പറ്റുള്ളൂ. അല്ലേ ലച്ചു? முதல்ல முறையா ஒரு வாழ்க்கை இருக்கிறதுக்கு இடம், எல்லாரும் மதிக்கிற மாதிரி காசு பணம், அதுக்கப்புறம் தான் எல்லாம். அது வரைக்கும் யாரும் எதையும் பேசக்கூடாது. സൂക്ഷിച്ച് സംസാരിക്കണം. മേലാഫീസറാണെന്നൊന്നും ഞാൻ നോക്കുകയില്ല. കണ്ട ചീഞ്ഞ രാഷ്ട്രീയക്കാരുടെ വേണ്ടാത്ര നാക്കി കൊടുത്ത് തേഞ്ഞു പോയ തന്റെ ഈ നാക്കുണ്ടല്ലോ, അത് പൊറിച്ചെടുത്ത് സ്റ്റഫ് ചെയ്ത് ഞാൻ പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിൽ ഫ്രെയിം ചെയ്ത് വെക്കും. ഈ കടവിൽ പലചരക്കും പച്ചക്കറിയും തോളെ ചുമന്ന് ഇവിടെന്നാ കച്ചവടത്തിൽ രവിയുടെ തുടക്കം. അത് മറക്കാൻ ഇഷ്ടമില്ലാത്തതുകൊണ്ടാ ഇന്നും ഈ പോർട്ടിലെ കച്ചവടം രവി ഇങ്ങനെ കൈയടക്കി വെച്ചിരിക്കുന്നത്. உங்களுக்கு டைம் ஆச்சுல சீனியர்? அந்த 10 வயசு பையங்களுக்கு இருக்கிற பெருந்தன்மை அவங்கள பெத்து போட்ட உங்களுக்கு இல்லாம போச்சு ஐயா. தொட்டதுக்கெல்லாம் வெட்டு குத்துன்னு போய் மனுஷ உசிரிக்கே மரியாதை இல்லாம பண்ணிட்டீங்களா ஐயா. कोई लौटा है बाहर से आवाज सुना था. ദേഹത്തൊന്നും ഇല്ലാത്തതുകൊണ്ട് പെട്ടെന്ന് ഇറങ്ങി വരാൻ പറ്റിയില്ല. എന്താ എല്ലാരും കൂടെ? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എനി പ്രോബ്ലം? നാട്ടിൽ സുഷമയെ കാണാനില്ല എന്നായിരുന്നു സംസാരമെങ്കിൽ ഒരുപക്ഷെ അദ്ദേഹത്തിന് അന്വേഷിച്ചു. പക്ഷേ നാട്ടിലെ സംസാരം സുഷമ സ്വന്തം കാമുകനായ സച്ചിനുമായി ഒളിച്ചോടിയെന്ന്. ഡാനിയൽ തോംസൺ, ഡാനിയുടെ ആദ്യ പ്രേമം. ഫോൺ ചെയ്യാൻ വല്ല പബ്ലിക് ബൂത്തിലും പോകണം. ഇവിടെ പറ്റില്ല. ഇവിടുത്തെ ഫോൺ 2 ദിവസമായിട്ട് ഔട്ട് ഓഫ് ഓർഡറാ. ഇവിടുന്ന് ഫോൺ ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ പറ്റില്ല. ഇത് ആണുങ്ങൾ മാത്രം താമസിക്കുന്ന സ്ഥലം. 100 साल पहले मुझे तुमसे प्यार था. 100 साल സ്വാമിയെ നിന്നേ.
അങ്ങനെ അങ്ങ് പോയാലോ? ഇനി പോവല്ലോ. കാശ് മേടിച്ച് ചുമ്മാ ഞണിയാ പോരാ, മേടിച്ച കാശിന് പണിയെടുക്കണമെന്നാ പറയിച്ച് പഠിപ്പിച്ചിരിക്കുന്നത്. പതിറ്റ് മനസ്സിലായോ? എന്റെ ഗുരു അദ്ദേഹത്തിന്റെ വാക്കിയൊന്നും തെറ്റിക്കല. മുതലാളി തല്ലാൻ പറഞ്ഞു, നല്ല വൃത്തിയായിട്ട് മർമ്മം ചേർത്ത് കീച്ചിക്കും. പിന്നെ അതന്നെ, എന്റെ കൊച്ചിനെ എനിക്ക് മലയാളമല്ലാതെ വേറെ ഒരു ഭാഷയും தெரியாது. ഓ, അതാണോ നീ ഇത്ര ദിവസം പറഞ്ഞോണ്ടിരുന്നേ? സാഹര വരയ്ക്കും അവനെ അവളാല മറക്ക முடியாது. கல்யாணம் பண்ணி வச்சிருங்க. சரிங்க ஐயா. எங்க போறாரு? இல்லையா? ஐயா. इंस्पेक्टर विवेक फ्रॉम कोलाबा पुलिस स्टेशन. अबे आप यहाँ क्या कर रहे हैं इस वक्त? मेरे आने का कोई वक्त नहीं होता मिस्टर प्रधान. डू यू माइंड? आपसे कुछ सवालों के जवाब चाहिए. സാറിങ്ങനെ മാനത്തോട്ട് നോക്കി നിൽക്കി പടിഞ്ഞാറൻ കാറ്റത്ത് ഗുണ്ടാക്ട് വരുന്നുണ്ടോന്ന് അറിയാൻ ഷൺമം പോവുക. ഞാനും കൂടെ ചേർന്ന് വെള്ളവും വളവും കൊടുത്ത് വളർത്തിയ വിഷത്തിന്റെ പൂവും കായും വിടരുന്ന ഒരു മരമുണ്ട്. ഞാൻ ഇന്ന് അതിന്റെ കമ്പും കടയും മുറിക്കും. ഈ കോഴിക്കോട് പാളയം പച്ചക്കറി മാർക്കറ്റിൽ പോട്ടറായിട്ട് ജീവൻ തുടങ്ങുന്നത് ഒലത്തുക പുളുത്തുക എന്നൊക്കെ ഉള്ള 4-ാം തരം പോലീസ് സ്ത്രീ എങ്ങാനും വായിന്ന് വീണ എനിക്ക് 14-ാം തരം നല്ല അസൽ അവിയൽ തെറിവരിയെ. ഈ തൊമ്മനും മക്കളും ഇന്നത്തോടുകൂടി നൈറ്റ് ഡ്യൂട്ടി നിർത്തും. ഇനി എല്ലാവർക്കും മനസമാനത്തോടെ കിടന്ന് ഉറങ്ങാം. വെറുതെ TV സീരിയലിട്ട് നേരം കളയാതെ വല്ല സെക്കൻഡ് ഷോക്കൊക്കെ പോന്നേ. സുലേ, അയ്യോ എനിക്ക് വയ്യായേ. എന്റെ പൊന്നു മീനാമച്ചി, ഇത് അത് തന്നെ. നമ്മൾ അങ്ങോട്ട് അന്വേഷിക്കുന്ന നിലയിൽ ഇങ്ങോട്ട് വന്ന് കേറുമെന്ന് പറഞ്ഞില്ലേ? കേറി. അയ്യോ, ഇത് എവിടെ നിന്ന് വന്ന് കേറിയടി വെച്ചേ നീ? ഒന്നിലും ഞാൻ, അല്ലേലും നീ. ആരേലും ഒരാൾ മതി ഇവിടെ. അല്ലേലും വേണ്ട, ഞാൻ തന്നെ മതി. നിനക്കൊക്കെ മാനാഭിമാനം ഇല്ലാച്ച എന്താ ചെയ്യാ? അവള് തന്നെ രക്തം ഊറ്റി കുടിക്കും. ഏതായാലും ഒരുപാട് രക്തം കൊതു കുടിക്കുന്നല്ലേ, കുറെ യക്ഷം കുടിക്കട്ടെ. ബെല്ലാരി രാജ അല്ലടേ, എല്ലൂരി രാജ. നിന്റെയൊക്കെ എല്ലുകളൂരാൻ വന്ന രാജ. എന്തൊരു ഡായ്! ആദ്യ അടി, അതിനപ്പുറം പ്യാച്ചി. പെണ്ണ് ചോദിക്കല്, പെണ്ണ് കാണല്, കെട്ടിക്കല്, ഇതൊക്കെ തറവാട്ടുകാര് പോരയിൽ വെച്ചാ നടത്തുക, നിരത്തുമ്മൽ വെച്ചല്ല. കാണാമക്ക് एक साथ रहते हुए भी 1 साल से ज्यादा समय तक आपस में शारीरिक संबंध कायम नहीं रखते. ऐसा कानून इसलिए मिलॉर्ड क्योंकि कानून इंसान के मन और ഒരു ലേശം വൈകി. കാരണം എന്താച്ചാ ഇപ്പൊ കുറച്ചു കാലായിട്ട് നൃത്തത്തിന്റെ അസ്കിതണ്ടേ, ഭരതനാട്യം. ഇനി തെളിവുകൾ വേണ്ട, സാക്ഷികൾ വേണ്ട, വിചാരണ വേണ്ട. I am the law. I am the state. And I am the executor. നിങ്ങൾ ആര് വേണമെങ്കിലും ആയിക്കോളൂ. ഇവന്റെ അച്ഛൻ കൊളംബസ് ഇവൻ കൊളംബസിന്റെ മോനൊന്നുമല്ല. അല്ല, പുള്ളിക്കാരനാണല്ലോ ഈ സ്വന്തമായിട്ട് സ്ഥലങ്ങളൊക്കെ കണ്ടുപിടിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ബേബിജ്ഞായം ചെല്ലേ. ഒരു ഉറുമ്പിനെ പോലും നോവിക്കാത്ത. ഉറുമ്പിനെ നോവിച്ചിട്ട് എന്താണോ കാര്യം? ഉറുമ്പല്ല എന്റെ ശത്രു, പോലീസാണ്, കോടതിയാണ്, ഭരണകൂടമാണ്. ഇതിനെയൊക്കെ ഞാൻ നോവിക്കും. എപ്പോഴും സ്തുതിയായിരിക്കും. അങ്ങനെ എപ്പോഴും തരാമൊക്കെയല്ല, കാണുമ്പോഴൊക്കെ ഇവനെന്താ കുർബാന കൈക്കൊള്ളുകയാണോ? അല്ല മുളച്ച പുലിക്കാട്ടുകാർക്ക് സിമിത്തേരിയിൽ കല്ലറ വലോഴി ഉണ്ടെന്ന് ചോദിച്ചാൽ. ആകാശത്തിന് എന്നാ നിറം? വെള്ള. നാട്ടിൽ വെച്ച് നമുക്ക് പൈസ കിട്ടിയിരുന്ന മണ്ണി പണിയെടുത്തിട്ടില്ലായിരുന്നു. അപ്പൊ ആ മണ്ണിന്റെ ചാണകത്തിന്റെ റബ്ബറിന്റെ ഒക്കെ ഉണവായിരുന്നില്ലയോ നമുക്ക്? ചന്തയെന്ന് ഇറച്ചിക്കടയിൽ നിന്നും കള്ളുഷാപ്പിൽ നിന്നൊക്കെ അല്ലേ ഇപ്പൊ പൈസ കിട്ടുന്നത്. അപ്പൊ അതിന്റെ നാറ്റവും കാണും. ദൈവം എപ്പോഴും ക്രൂരനാണ്. ചായപ്പെൻസിൽ കൊണ്ട് കിളിമരങ്ങളുടെ ഇലയിലെ പച്ചയും ഓറഞ്ച് സൂര്യനെയും വരയ്ക്കുന്ന അവളുടെ പാവം തലച്ചോറിന്റെ ധമനികളെ പൊട്ടിക്കുന്ന നിഷ്ഠൂരത. അപ്പോഴേക്കും പിണങ്ങിയോ? മാഷേ, ഈ മതിൽക്കെട്ടിന് പുറത്ത് നമുക്ക് പേര് മേൽവിലാസം ഒക്കെ ഉണ്ടാവും. പക്ഷെ ഇതിനകത്ത് നമ്മളാരാ? ഒരു 164 അല്ലെങ്കിൽ ഒരു 550.
ഇവന്റെ വാപ്പായ ദുബായിലായിരുന്നു, ഒന്ന് കാണാൻ വന്നതാ. പണിയും കഴിഞ്ഞ് അടുത്ത വിമാനത്തിൽ ബാപ്പാക്ക് ദുബായിക്ക് പോകാനുള്ളതാ. വേഗം പറ. കാലണ്ടറി മെഡൽ ഈ ഓപ്പറേഷന്റെ ഗാലറി മാത്രം വരുന്നത് മുടക്കിയ നിങ്ങളുടെയൊക്കെ നെഞ്ചത്ത് കുത്തിവെക്കുന്നതാണ് നല്ലത്. അല്ലെങ്കിൽ മൂന്നാമത്തെ മെഡൽ എന്തിനു കിട്ടിയതാണെന്ന് എന്റെ മകൻ എന്തെങ്കിലും ചോദിച്ചാൽ സയനൈഡ് കഴിച്ച് മരിച്ചവരെ റേഡിയതിന് കിട്ടിയാണെന്ന് എനിക്ക് പറയേണ്ടി വരും. അധികം പഠിക്കാത്തവരും ഇടത്തരക്കാരുമാണ് ഈ പാപപുണ്യങ്ങൾ ഓർത്ത് തലപുണ്ണാക്കുന്നത്. പാപം പുണ്യം എന്നൊന്നുമില്ല. ഈ സമൂഹത്തിന്റെ ഉറപ്പിന് വേണ്ടി അങ്ങനെയൊക്കെ പറഞ്ഞു വെച്ചിരിക്കുകയാണ്. പ്രിൻസിപ്പലിന്റെ അമ്മൂമ്മയുടെ നായരുടെ മാമോദിസ നീ എളുപ്പം വന്ന് വന്നി കയറി ഞാനൊരു 100 വട്ടം നീ പറഞ്ഞില്ലേ? പിന്നെ പറഞ്ഞു വണ്ടിയോട്ട് ഡേവിഡ് ജോൺ കൊട്ടാരത്തിൽ. ഞാനൊരു സാധാരണ മനുഷ്യനായതുകൊണ്ട് ചെറിയ കാര്യങ്ങളിൽ സന്തോഷിക്കുകയും ചെറിയ കാര്യങ്ങളിൽ പ്രകോപിതനാകുകയും ചെയ്യാറുണ്ട്. ഇനി ഒരു വാക്കിയാൾ മിണ്ടിയാൽ ഉറപ്പായിട്ട് ഞാൻ ഇയാളെ തല്ലും. സംരക്ഷിക്കാൻ, ജനങ്ങളുടെ സ്വത്തും ജീവനും സ്വൈര ജീവിതവും സംരക്ഷിച്ച് പിടിക്കാൻ, അതാണ് പോലീസ്. അതാവണമെടാ പോലീസ്. വെറുതെ നാറി പൊട്ടനായി പോയി. അവന് സംസാരിക്കാൻ കൂടി കഴിവുണ്ടായിരുന്നു അവൻ ഈ ഭൂലോകം മുടിച്ചാനെ. എടാ അമ്പലം വിഴുങ്ങി ഇറങ്ങി വേണം. എടാ അമ്പലത്തിലെ കാശെടുത്തല്ലടാ നീ നാട്ടുകാർക്ക് പലിശക്ക് കൊടുക്കുന്നത്. പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുന്ന പലിശ പണം നിർത്തടി അമ്മായിന്റെ മോളെ. പുരുഷോത്തമന്റെ കാശെണ്ണി വാങ്ങി കാര്യം നടത്തിയിട്ട് പിന്നെ മുതലും ഇല്ല പലിശയില്ല. കള്ള ജാതികൾ. ഇവൻ ആവേശം കയറിയ സിനിമയിലെ മമ്മൂട്ടിയേക്കാളും കഷ്ടമാണ്. ഫാൻസുകാർ കഴിഞ്ഞിട്ടേ നമുക്ക് എന്തോ ഉള്ളൂ. ഒരു പടം കഴിഞ്ഞാൽ താൻ വേറെ ആളെ അന്വേഷിക്കും. അവന്മാർ എന്നും ഉണ്ടാവും നമ്മുടെ കൂടെ. ഞാനവരൊന്ന് പറഞ്ഞു എങ്കിൽ ശരി. എങ്കിൽ ഈ തമ്പ്രാൻകുട്ടി നിന്നെ അന്വേഷിച്ച് തന്നെയാ വന്നിരിക്കണേ. നീ ഏത് മാളത്തിൽ പോയി വിളിച്ചിരിക്കായിരുന്നു? നീ അടിയനല്ല, അടിപ്പിക്കുന്നവനാ. ദേവരാജപ്രതാപ വർമ്മ. തീരെ പ്രതീക്ഷിച്ചില്ലല്ലേ? കടിച്ച പാമ്പിനെ കൊണ്ട് തന്നെ വിഷമിറക്കിക്കുന്ന പാരമ്പര്യമൊന്നും ഞങ്ങളുടെ തറവാട്ടിനില്ല. കാരണം ഞങ്ങൾ പാമ്പാട്ടികളല്ല. എനിക്ക് വേണമെങ്കിൽ ഇപ്പൊ നിന്നെ തല്ലിക്കൊല്ലാം. പക്ഷെ ഞാനത് ചെയ്യാത്തത് നിന്റെ മകളെ ഞാൻ കല്യാണം കഴിച്ച് അവൾ എന്റെ കൂടെ ഭാര്യയായിട്ട് ജീവിക്കുന്നത് കാണാൻ നീ ജീവനോടെ ഉണ്ടാവണം. അതുകൊണ്ടാ. കാല് നിൽക്കുന്നൊക്കെ പറയുമ്പോ ആലോചിക്കണമായിരുന്നു. കാല് നിൽക്കുന്നതിനൊക്കെ പോറാ മൊത്ത പാതി വീശ പോയാ. ഇതിവിടെ തന്നെ ഉണ്ടാവും. അത് അവിടെ തന്നെ ഇരിക്കാൻ വേണ്ടിയാ പറഞ്ഞത്. എന്ത് ബീംബായി പിടിക്കാൻ നടപടിയുള്ള കാര്യമല്ലോ പറ. അതൊക്കെ വിശ്വാസികളുടെ കാര്യം. അല്ലെങ്കിൽ ആരിക്കാണ് അച്ഛാ വിശ്വാസം? നമ്മൾ മുള്ളണതും തൂറണതും ഒക്കെ നോക്കി ദൈവം മുകളിൽ ഇരിക്കണമെന്ന് അച്ഛൻ കരുതുന്നുണ്ടാ? ഇല്ല. തോപ്രാങ്കുടിയാന്ന് കൊടും കാട. ആനയും കാട്ടുമൊത്തൊക്കെ ഏറമാടത്തെ നപ്പൻ ഇറങ്ങിയപ്പോഴാ കാണുന്നേ. എന്നതാ ഒരു ഒന്നാം തരം ഒറ്റ നേരെ മുമ്പിൽ നിൽക്കുക. നിർത്തണോ? ഇതാ വെള്ളം. ഈ അയക്ക് എന്നിട്ടാ നോക്കാം. നിന്റെ അനിയൻ ഈ കള്ള നായുണ്ടല്ലോ, ഓന്റെ ചുമല് വെച്ച് കെട്ട്. പറഞ്ഞതനുസരിക്ക് നായ. നീ അവിടെ പൂട്ടി, ഞാൻ ഇവിടെ പൂട്ടി. ഇനി എന്നോട് കളിക്ക ബന്നാ നിന്നെ വെട്ടി വെടി പീസാക്കും. നിനക്ക് നന്മക്ക് ഗൊത്തില്ല കാച്ചി നായിൻ മകനെ. ഞാനിപ്പോ ഒരു ചാനലിലും ഇന്റർവ്യൂ കൊടുക്കാറില്ല. അല്ലെങ്കിൽ തന്നെ എന്ത് ഇന്റർവ്യൂ? എന്നെ പറ്റിയുള്ള എല്ലാ കാര്യങ്ങളും കൊച്ചുകുട്ടികൾക്ക് പോലും അറിയും. പുതുതായിട്ട് എന്തെങ്കിലും വിശേഷം ഉണ്ടാവട്ടെ, അപ്പൊ അറിയിക്കാം. മിണ്ടരുത്. അതവിടെ ഇറക്കി വെക്കുക. മൃതശരീരമാണെങ്കിലും അതിനുണ്ടൊരു മാന്യത. നിന്റെയൊക്കെ കൈ തൊട്ടത് അശുദ്ധമാക്കിയാൽ അവൻ സഹിക്കില്ല, പൊറുക്കില്ല അവനോട്. ഞാനൊരു ചെറിയ കണ്ടീഷൻ വെച്ചു. തമ്പിമാരുടെ കയ്യിൽ നിന്ന് നിന്നെ ഊരിയെടുത്ത വസ്തു എനിക്ക് തീർന്നു തരണമെന്ന്. ഒരു പാല ഇടുവാന്നേ അങ്ങോട്ടും ഇങ്ങോട്ടും വേണ്ടായോ? ചുമ്മാതല്ല കേട്ടോ. നടപ്പ് വിലന്ന് സ്വല്പം താഴ്ത്തി ഒരു വില ഞാൻ കൊടുത്തു.
അപ്പൊ ഇക്കണ്ട കാലം കേരളത്തിൽ സത്യക്രിസ്ത്യാനികൾ മലയാളത്തിൽ വേദപുസ്തകം വായിച്ചതും പ്രാർത്ഥിച്ചതും ഒക്കെ വേസ്റ്റ് ആയില്ലേ? നമുക്ക് നമ്മുടെ ആളുകൾക്കും ഒന്നും മനസ്സിലായിട്ടില്ല എന്ന് ചുരുക്കം. ഇത് വലിയ ചതിയായി പോയിട്ടാ. അടിച്ചെല്ലാം അവൻകിட்ட ഇരുന്ന് ഉണ്മയെ വരവഴിക്കാൻ മുടിயாது. ഹീസ് എ വെൽ ട്രെയിൻഡ് ഹാർഡ് കോർ ടെററിസ്റ്റ്. വി വിൽ ഹാവ് ടു ട്രൈ സംതിങ് എൽസ്. പോലീസ് പോലീസ് സീനൊക്കെ ഇനി മാറും. ഇതുവരെ നിങ്ങൾ കണ്ടത് കഥപ്പടം. ഇനി പിക്ചർ അഭി ഭി ബാക്കി ഹെ ഭായ്. കോലോത്തങ്കര ചെന്ന് ക്ഷേത്രം സ്ഥാപിച്ചപ്പോൾ എന്ത് പ്രതീക്ഷയായിരുന്നു. ഇപ്പോഴാ ക്ഷേത്രത്തിലെന്ന് എന്ന് നോക്കണം. തീണ്ടാപ്പാട് അകലെ നിർത്തിയിട്ടുണ്ട് കുറെ ആളുകളെ. ദർശനം പാടില്ലാത്ത കൂട്ടർ കുലേരാണ് പോലും. പ്രതീക്ഷിക്കാം സാറേ. ഞാൻ ഈ സംഭവം അറിഞ്ഞിട്ട് 3 മണിക്കൂറും 48 മിനിറ്റും ആയിട്ടുള്ളൂ. യു ആർ ആസ്കിംഗ് മീ ടു മച്ച്. ഐ നോ ടെൻഷനാ പെരുമാൾ. ഷട്ടർ ഇട്ടായിരുന്നു. എന്താ അടിച്ചു വൃത്തിയാക്കി നീ വാക്യൂം ക്ലീനർ എടുക്കാൻ വന്നതാ. വാക്യൂം ക്ലീനർ. ഇവിടെ ഒരു മർഡർ നടന്നിട്ടുണ്ട്, ഒരു ബോട്ട് ഡ്രൈവറുടെ. താനിവിടെ വന്ന ഡീറ്റെയിൽസ് ഒക്കെ ഒന്ന് കളക്ട് ചെയ്യണം. ഹിന്ദുക്കൾക്ക് നേപ്പാളുണ്ട്, ഹിന്ദു രാജ്യം. ക്രിസ്ത്യാനികൾക്ക് റോം, മുസ്ലിങ്ങൾക്ക് സൗദി അറേബ്യ. ഹിന്ദുക്കൾക്കും ക്രിസ്ത്യാനികൾക്കും മുസ്ലിങ്ങൾക്കുമായിട്ട് ലോകത്ത് ഒരേ ഒരു രാജ്യമുള്ളൂ, അത് നമ്മുടെ ഇന്ത്യയാണത്രേ. ഞാൻ 10,000 സമ്മതിച്ചെന്ന് ആരാ പറഞ്ഞത്? നമ്മളൊക്കെ കച്ചവടക്കാരല്ലേ ഭായി. നമ്മൾ കച്ചവടം ചെയ്യുന്ന ലാഭത്തിന് വേണ്ടിയല്ലേ, അല്ലാതെ ആള് കാണിച്ച് അമ്മായിയുടെ മോനെ സംബന്ധം ചെയ്യാനല്ലല്ലോ. പത്രത്തിനും ചാനലിനും മാത്രമല്ല, എനിക്കും നിനക്കും ഏതു പൗരനും ഈ കാണുന്ന ജനങ്ങൾക്ക് എല്ലാവർക്കുമുണ്ട് അവകാശം. റൈറ്റ് അഗൈൻസ്റ്റ് ഇൻഫ്രിഞ്ച്മെന്റ് ഓഫ് ഇൻഡിവിജ്വൽ പ്രൈവസി. നമ്മുടെ സൈഡിൽ ബന്ധുക്കളൊന്നും ഇല്ലല്ലോ. നമുക്കെന്തിനാ ബ്രദറെ ബന്ധുക്കള്? എന്റെ ബന്ധു ബ്രദർ, ബ്രദറിന്റെ ബന്ധു ഞാൻ, നഞ്ചെന്തിന് നാനാഴി. അത് മതിയല്ലേ? പിന്നെ സാറേ നമസ്കാരമുണ്ടേ. സാംസൺ. അതൊരു ടിവിയുടെ പേരല്ലേ? ടിവിയുടെ പേര് സാംസങ്. എന്റെ പേര് സാംസൺ. വലിയ ആരോഗ്യത്തിന് ഹാനികരമാണെന്ന് അറിഞ്ഞൂടെ തോമസ് ഏട്ടാ? മരിച്ചാലെങ്കിൽ ഈ വലിയ നിർത്തിക്കൂടെ? വലി എന്റെ പൊന്നാര മക്കളെ, നിങ്ങളെ അച്ഛന്റെ കാര്യല്ലേ? എയർപോർട്ടിൽ ഇറങ്ങിയിട്ട് വിടി ചെന്നൈ, വിടി ബാംഗ്ലൂർക്ക് എന്നായി ബാവുട്ട് വരുമ്പോ ഒരു പെട്ടി നിറച്ച് മുട്ടായി കൊണ്ട് തരണ്ടട്ടാ. ഞാൻ ആദ്യമായിട്ടാ ഇത്രയും വലിയൊരു ബാറിൽ ഒറ്റയ്ക്ക് ഇരുന്ന് വെള്ളമൊടിക്കുന്നു. താൻ ഒരു കാര്യം ചെയ്യ, അതിന്റെ സുഖം അറിയണമെങ്കിൽ ഒരു ദിവസം ഒറ്റയ്ക്ക് ഇവിടെ ഇരുന്ന് ഒന്ന് വെള്ളമൊടിക്കും. തന്റെ സ്വന്തം ബാറിലെ ആര് ചോദിക്കാനാ? ആകട്ടെ, നിങ്ങൾക്കൊക്കെ ആരാണ്? നമ്മൾക്കൊരു പിടുത്തം കിട്ടണ്ടല്ലോ. വെങ്കട് പറ്റി അറിവാൾ വടിവാൾ ഫുട്ബോൾ. നിങ്ങൾ തള്ളി കൊടുക്കാൻ വന്നവരാണല്ലേ? ഇനി താൻ പറഞ്ഞ പോലെ ചെയ്. സെലക്ട്. ഈ പഴഞ്ചൻ കവറ് 200 രൂപക്ക് ആരെങ്കിലും മേടിക്കുമോ സാർ? ഇനി ഇത് സാറ് തന്നെ വെച്ചോ. ഞാൻ ലിഫ്റ്റിലായിരുന്നു. എന്താ പറ? ഇത് ഞാനൊന്ന് മുട്ടി നോക്കിയാലോ? എന്നാ മതി കുട്ടി? ഓ, മുടിഞ്ഞ ജാടയാന്നാ പറയുന്നേ. നമുക്കങ്ങ് പോയേക്കോന്നേ. ഇല്ലല്ല, അതൊരു കാലി ഭരണിയല്ലേ, നമുക്ക് പിന്നെ വാങ്ങാം. അത് ശരിയാവില്ല, ഭരണിയില്ലാണ്ട് ശരിയാവില്ല. ഞാൻ വേറെ എന്റെ അനുവാദം കൂടാതെ എന്റെ ബാഗ് തുറന്ന് എന്റെ കുപ്പിയെടുത്തവൻ ആരാണെന്ന് എനിക്ക് അറിയണം. അന്യന്റെ മുതൽ ആഗ്രഹിക്കരുന്നല്ലേ കർത്താവ് പറഞ്ഞിരിക്കുന്നത്. എന്നിട്ട് കർത്താവായിട്ട് അഭിനയിക്കാൻ വന്നവന്റെ തന്നെ മുതലടിച്ച് മാറ്റിയാൽ എങ്ങനെ? എനിക്ക് ജഡ്ജായിരിക്കാൻ യോഗ്യതയില്ല എന്നാണ് ആ കുട്ടി അന്ന് കന്നഡത്തിൽ പറഞ്ഞത്. Somebody thinks that I am not fit for this job. അവനെ നിന്റെ ബുദ്ധിയല്ല, എന്റെ ബുദ്ധിയാ. പലപ്പോഴും എഴുതിയിട്ടുണ്ട്, അയച്ചില്ലെന്ന് മാത്രം. ഞാൻ ദിവസവും കത്തിന് കാത്തിരിക്കും. നീ അങ്ങ് ക്ഷമിയൻ ഡാൻസി. ഇവർ സാധാരണ മനുഷ്യരൊന്നുമല്ലല്ലോ, കാമുകന്മാരല്ലയോ. കാമുകന്മാരെന്ന് പറഞ്ഞാൽ എങ്ങനെയൊക്കെ ആയിരിക്കും. ഓ, സമ്മതിച്ചു.
ഇവിടെ കിടന്ന് വലസിയ കൊടികുത്തിയ നിന്റെ ഉപ്പാപ്പന്മാരെ നമ്മൾ കപ്പലേറ്റി വിട്ടേക്കണം. ഇത് കൊച്ചിയടാപ്പാ, കൊച്ചി. അലമുണ്ടാക്കിയാലുണ്ടല്ല അന്നാളെ കാരച്ചമീൻ പൊളിക്കണവരെ പൊളിച്ച് നമ്മ കണ്ടെയ്നർ കയറ്റി വിടും കേട്ടാ. ഈ വെളിച്ചവും സത്യവും എന്നൊക്കെ പറയുന്നത് ഒരുപോലെയാ. രണ്ടിനെ ഇല്ലാതാക്കാൻ പറ്റില്ല. വേണമെങ്കിൽ തടയുകയോ മറച്ചു പിടിക്കുകയോ ഒക്കെ ചെയ്യാം. എന്നാലും അതില്ലാതാവുന്നില്ലല്ലോ, നമ്മൾ കാണുന്നില്ലെന്നല്ലേ ഉള്ളൂ. ആലോചിച്ചിട്ട് തന്നെയാ തീരുമാനിച്ചേ. ഇതിലിപ്പോ ലാഭവും നഷ്ടവും നോക്കണില്ല, ഒരു സമാധാനം. എന്തെങ്കിലും ഒരു വെളിച്ചം വേണ്ട ചേട്ടാ, മരിക്കണവരെ ജീവിക്കാൻ. ഓരോ ഓഫീസറോട് ഇതിങ്ങനെ വിശദീകരിച്ച് നിൽക്കാനുള്ള സാവകാശം എനിക്കില്ല. കാറ്റിന്റെ ദിശയിലേക്കാണ് ഗ്യാസ് പടരുന്നത്. ഇവിടെ ഇപ്പൊ ഈസ്റ്റ് വെസ്റ്റ് ഭാഗത്തുള്ള വീടുകൾ, ഫ്ളാറ്റുകൾ തുടങ്ങി മിനിമം 1 കിലോമീറ്റർ ചുറ്റളവിലൂടെ എല്ലാം ഒഴിപ്പിക്കണം. ഒരു കൂട്ടം ഗുണ്ടകൾ നമ്മളെ ആക്രമിക്കാൻ വരികയാണെന്ന് വിചാരിക്കാം. ആദ്യത്തെ അറ്റാക്ക് നമ്മുടെ ആയിരിക്കും. സത്യം പറ, നീ മാവോയിസ്റ്റാണോ? അല്ല സാറേ. ആവരുത്. ഈ സോമസാറിന്റെ ഒരു കാര്യം നമുക്കിതൊന്ന് കൊഴിപ്പിക്കണ്ടേ? ആരെ വേണേലും വിളിക്കാം. മാതൃഭൂമിക്കാരെയോ മനോരമക്കാരെയോ. വേണമെങ്കിൽ അല്പം ചില്ലറ കൊടുത്ത് ന്യൂസ് ഒന്ന് വിലപ്പിക്കാം. CP-ക്കും കൂടെ ഒരു പ്രമോഷൻ കിട്ടാവുന്ന വിധത്തിൽ. അതൊക്കെ ഓർക്കുമ്പോൾ ഞാൻ ഒരുപാട് സമ്പന്നനാണ്. ഒരുപാട് മക്കൾക്കൊക്കെ ഞങ്ങൾ വിരുന്നുകാരാ. വല്ലപ്പോഴും ഒക്കെ അവർക്ക് സമ്മാനങ്ങളുമായിട്ട് വരുന്ന വിരുന്നുകാർ. അടുക്കള കൊട്ടാരമാക്കാനും ഭാര്യ ഐശ്വര്യ റോയെ പോലെ അണിയിച്ചൊരുക്കാനും പാങ്ങില്ലാത്തവൻ ദണ്ഡം വരുമ്പോ കുടിക്കും. അവരുടെ സങ്കടത്തിന്റെ നീളമാണ് ബിവറേജസ് കോർപ്പറേഷന് മുമ്പിൽ കാണുന്ന നീണ്ട ക്യൂ. ഇരുട്ടുന്നതിന് മുമ്പ് ഈ മലഞ്ചരക്ക് വണ്ടി കൊണ്ട് വീട് പറ്റാൻ നോക്കുമ്പോളെ. എന്താ നിങ്ങളുടെ ഉദ്ദേശം? ഒരു കേട്ടസി, ജീവൻ രക്ഷിച്ച ആളോടൊന്ന് സംസാരിക്കണമെന്ന് തോന്നി, ഒന്ന് പരിചയപ്പെടാമെന്ന് വെച്ചു. സാർ ഇവിടെ വന്നവരെ ഞങ്ങളെ അറിയിച്ച സ്ഥിതിക്ക് ഞങ്ങൾ ഇവിടെയുള്ള വിവരം സാറിനെ ഒന്ന് അറിയിക്കണ്ടേ? പിന്നെ അല്ല, അത്രേ ഉള്ളൂ. അപ്പൊ നീ കളിക്കാൻ തന്നെ ഇറങ്ങിയിരിക്കുക അല്ലേ? അയ്യോ, കളിയൊക്കെ അന്നേ കഴിഞ്ഞില്ലേ സാറേ. എന്റെ പപ്പ ബൈക്ക് മാത്രല്ല കാറും സ്റ്റണ്ട് ചെയ്യും. മേങ്ങാതെ മോങ്ങിയിട്ട് മടങ്ങാൻ ഷേണായി വേറെ ജനിക്കണം. നിത്യ നീ നിന്റെ കാസർഗോഡൻ സ്വഭാവം എടുക്കരുത് കേട്ടോ. 5 എണ്ണം വേണം. 5 5. കുസാർക്ക് മുന്തിരിങ്ങ, കുസാൽക്ക് നാരങ്ങ. ഒപ്പിട. രാജകുമാരൻ എന്ന പേര് കേട്ടിട്ട് എന്നെ കാണുമ്പോ എല്ലാവർക്കും ഒരു ചിരിയ. പക്ഷെ ചിരിക്കുമ്പോ എല്ലാവരും ഒന്ന് ഫ്രഷ് ആവും അല്ലേ? ഫ്രഷ് ആകാൻ ചിരി നല്ലതാന്നേ. അപ്പൊ നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം. ഒരിടത്തൊരിടത്തൊരു எனக்கு இந்த சாம்பாரே பிடிக்காது, ஆனா நீங்க அதை சாப்பிட்டுட்டு இருக்கீங்க. அதுக்காக நான் உங்களை கட்டி போட்டேன். அது நல்லா இருக்கும். உன் சாம்பாரால இவ்வளவு பிரச்சனைங்க நடந்துட்டு இருக்குது. நீ அதை நக்கிட்டு இருக்கேடா. ப்ளீஸ் சார். உங்களுக்கு எந்த பிரச்சனையும் இல்லாத அழகான ஒரு குழந்தை இருக்கிறப்போ என்ன போய் ஏமாத்த நினைச்சீங்களே, அப்போ உங்களுக்கு எவ்வளவு பெரிய பிரச்சனை இருந்திருக்கும். விடுங்க. ശ്രുതി, അങ്കിൾ. മകൻ ഞാൻ കൊണ്ടുവിടാം. വേണ്ട അങ്കിൾ, ഞാൻ നടന്നോളാം അങ്കിൾ. വേണ്ടെന്നേ, അത് കയറി. ഡെറക് എബ്രഹാം ഇപ്പോഴും എപ്പോഴും സ്ഥിതിയായിരിക്കും. ഇച്ചിരി ഓവറായി പോയി. 40 തൊലി ഒലിഞ്ഞു പോയിട്ടോ. ഇന്നത്തെ കാലത്ത് ഷോപ്പൊക്കെ വേണം കേട്ടോ. ഇതിന്റെ കാറ്റ് ഞാൻ തന്നെ തന്നായിരിക്കും. വൈകുന്നേരം ഞങ്ങൾ യോഗ്യതാ മത്സരത്തിലെങ്കിലും ഇന്ത്യ ജയിച്ചാൽ അതൊരു വലിയ ചരിത്രമാകും. നിങ്ങൾ ചരിത്രത്തിന്റെ ഭാഗവും. വരും ഇന്ത്യൻ ഫുട്ബോളിനൊരു നല്ല കാലം വരും സത്യ. അന്ന് ലോകം നിങ്ങൾ അംഗീകരിക്കും. నాకు వినపడుతుందయ్యా.
ఈనాటి సుప్రభాత గీతం నీకిదే అన్నది స్వాగతం. ഇനി നമ്മളാരെങ്കിലും ചത്താലേ നാട്ടിലുള്ളവർ ശ്രദ്ധിക്കുള്ളൂന്നുണ്ടോ? എന്തായി സാറേ, ഉണ്ടേ മറ്റു സാധനങ്ങളൊക്കെ വരുമോ? ഞാനിങ്ങനെ ഇമോഷണൽ ആവാതെ. എങ്ങനെ ആകായിരിക്കും സാറേ? ആകെപ്പാടെ 8 ഉണ്ടേ ഉള്ളൂ. അത് വെച്ച് ഞങ്ങൾ എന്നാ ചെയ്യാനാ? അതൊരു വലിയ കഥയാ മോനെ. പറഞ്ഞു തുടങ്ങിയ ഒരു 10-30 കൊല്ലത്തെ ചരിത്രം പറയേണ്ടി വരും. കല്ലായി തുറമുഖത്തെ ഖുറൈശിമാരോട് ചോദിച്ചറിയണമായിരുന്നു ചന്ദ്രത്തെ ചുരുകച്ചൂര്. സാധാരണക്കാർക്കുള്ള സ്ഥലമാണ് ഗാലറി. അതുകൊണ്ട് തന്നെ അവർക്ക് വേണ്ടി തന്നെയാണ് എൻ്റെ കളി.